ടജും തജും അതൊക്കെ കറക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ലാലേട്ടന്റെ ടൈമിങ് കറക്റ്റാ. കയറി വന്നിട്ട് ജസ്റ്റ് എന്തിന് നരേഷനായതെന്നുള്ള ഞങ്ങൾ ഈ ഇൻഡസ്ട്രിയിലുള്ളത് കൊണ്ട് നമ്മളിപ്പോ വേറെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ആണെങ്കിൽ നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ അതിന്റെ കഥയൊക്കെ അല്ലേ, ഒരു ക്രിയേറ്റീവ് മനുഷ്യൻ ഒരു കഥ പറയുന്ന രീതി, അതിന്റെ ഡീറ്റെയിലിങ് 3 മണിക്കൂർ ഞങ്ങൾ ആ ചെയറിൽ നിന്ന് എണീറ്റില്ല, ഒരു ബ്രേക്ക് പോലും ഇല്ല മനുഷ്യൻ. ഞാൻ ചാൻസ് ചോദിച്ച് നടന്നത് മുഴുവൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പം നമ്മൾ അതിലിപ്പോ അവിടെ എന്ത് ചെയ്താലും എന്റെ മുഖത്ത് കരിവാരി തേച്ച് ഇതാണ് ജോർജ് എന്ന് പറഞ്ഞാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ്. സിനിമ ചെയ്യണം എന്നാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഗ്രഹം. അതിൻ്റെ ഒരു പ്രോസസ്സ് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സ്റ്റോറി ലൈൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അന്നൊരിക്കലും ഐ നെവർ തോട്ട് ദിസ് ക്യാൻ ബി എ ഫീച്ചർ ഫിലിം ഐഡിയ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ, എൻ്റെ കണ്ണുകൾ തുറപ്പിച്ച പല ഏരിയയിലും നമുക്ക് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ചിന്തിക്കാം എന്ന് തോന്നിപ്പിച്ചൊരു സിനിമയാണ് ലിജോ ചെയ്തത്. Wherever you go, I'll follow you എന്ന് പറയുന്നത് ആ പട്ടിയുടെ സൈസ് അനുസരിച്ച് ഇതിന്റെ അടിയിൽ കൂടെ വേണമെങ്കിൽ പോകാം. പക്ഷെ അവൻ ചാടി അവൻ ചാടും, മൂത്ര ഒഴിച്ചാൽ മൂത്ര ഒഴിച്ചു. നീ ഇങ്ങനെ കിടന്ന ഞാൻ പഴയ പ്രിന്റിംഗ് പ്രസ് ഇടും, അതിനൊരു ഋതമുണ്ട്. അത് കുറച്ചു നേരം കേട്ട് നമ്മളൊരു ട്യൂൺ ഇട്ടാൽ മതി വായിക്കൂടെ, ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് പോകും. അപ്പൊ ഇതിങ്ങനെ ഒന്ന് ലേറ്റ് ആവും. നമ്മളിപ്പോ നക്ഷത്രമനയുടെ വേറൊരു സ്പേസിലാണ്. ഞാനിപ്പോ ഇത് ഔട്ട് ഓഫ് സിനിമ ചോദിക്കുകയാണ്. നക്ഷത്രമന എന്നുള്ളൊരു സ്പേസ് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാശ് വർമ്മ ഒരു ബാക്ക് ടു ഹോം പോലെ ഉണ്ടാക്കിയ ഒരു വീട് തന്നെയാണല്ലോ. ഞാനപ്പോ അതേ ചോദിച്ചു, ഇതില് കണ്ട മറ്റേ പൂവരസും ഇവിടെയുള്ള മരങ്ങളൊക്കെ ഈ 7 സെക്കൻഡ് ആണെങ്കിലും അത് 70 സെക്കൻഡ് ആണെങ്കിലും അത് 7 മിനിറ്റ് ആണെങ്കിലും അത് ആ സ്റ്റോറിക്കൊക്കെ ഒരു പേഴ്സണലൈസ്ഡ് വേർഷൻ ഉണ്ടല്ലോ. ശരിക്കും ഈ നക്ഷത്രമനയുടെ ഒരു പൂർവ്വകഥ എന്താ? ഈ പറഞ്ഞ പോലെ 7 സെക്കൻഡും 7 മിനിറ്റും പോലെ തന്നെ 7 വർഷം എടുത്താണ് പണിത്. അറിയാതെ പറഞ്ഞ് ഞാൻ 7 അതെ, പക്ഷെ ആ 7 കറക്റ്റ് ആണ്. 7 വർഷം എടുത്തു. അതിന്റെ ഇടയ്ക്ക് കൊറോണ ഉണ്ടായിരുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഒരു ചെറിയ വീടുണ്ടായിരുന്നു ഇവിടെ. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇവിടെ മുമ്പ് അത് ഓൺ ചെയ്ത അശോക് കോശി എന്ന് പറഞ്ഞൊരു മനുഷ്യനെ എനിക്ക് അറിയായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. പക്ഷെ എന്തോ ഇവിടെ ഒരു എനർജി എനിക്കും എൻ്റെ വൈഫ് സ്നേഹിക്കും ഫീൽ ചെയ്തിട്ടാണ് പിക്ക് ചെയ്തത്. അപ്പം അന്ന് നമ്മൾ വിചാരിച്ച ആ ചെറിയ വീടൊന്ന് ചെറുതായിട്ടൊന്ന് റെനോവേറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്രോസസ്സായിരുന്നു. പിന്നെ നമ്മൾ ഫുൾ വൺ ആഫ്റ്റർ ദി അതർ നമ്മളത് അതിൽ തന്നെ പണിയെടുത്ത് ഫൗണ്ടേഷൻ റീബിൽഡ് ചെയ്ത്, പിന്നെ നമ്മുടെ കയ്യിൽ കുറേ വർഷങ്ങളായിട്ട് എവിടെ പോയാലും ചുമക്കാൻ പറ്റുമെങ്കിലും ഇല്ലെങ്കിലും തലയെ കയറ്റി വെച്ച് കൊണ്ടുവരും ഒരു സാധനം ഇഷ്ടപ്പെട്ടാൽ. അതൊരു കല്ലാകാം, ഒരു പില്ലറാകാം, ഒരു വിൻഡോ ഫ്രെയിം ആകാം, അല്ല അതിലുള്ള ഒരു ചെറിയൊരു റോഡായിരിക്കാം. ചിലപ്പോൾ ചില സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ ബ്ലൂ ഗ്ലാസ് റോഡൊക്കെ അതൊന്നും ഇന്ന് കിട്ടുകയില്ല, വളരെ പണ്ട് കാലത്ത് കിട്ടുന്നത്. അപ്പം അങ്ങനത്തെയൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിന് ചുറ്റിനും ഉണ്ടാക്കിയ ഒരു വീടാണ്. അപ്പം ഒരു ശരിക്കും പാഷൻ പ്രോജക്റ്റ് എന്ന് പറയാം. അപ്പം ശരിക്കും അതിൻ്റെ കൂടെ നമ്മളെ ശരിക്കും സഹായിച്ച ഒരു ആർക്കിടെക്റ്റ് ഉണ്ട്, വെരി ബ്രില്യൻറ്റ്. പുള്ളി ബേസിക്കലി ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റാണ്, പക്ഷെ ആർക്കിടെക്റ്റുമാണ്. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ ഇൻഫാക്ട് പല ഡെവലപ്മെൻറ്റും ഉണ്ടായെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞാൽ ആർക്കിടെക്ചറും സിനിമയും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആർക്കിടെക്ചറിനോട് ഭയങ്കര, സിനിമ പോലെ തന്നെ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. കാര്യം രണ്ടിൻ്റെ പ്രോസസ്സ് ഒരേപോലെയാണ്. ഒരു സിനിമയിൽ ഒരു സംവിധായകൻ ഉണ്ടാവും, ഒരു സ്ട്രക്ചർ, ഒരു വീട് അല്ലെങ്കിൽ പണിയുമ്പോൾ അതേപോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. പക്ഷെ അതിലോട്ട് സിനിമ പോലെ തന്നെ പലവരും വന്നു കയറും. ഒരു ആശാരി വരും, അല്ലെങ്കിൽ ഒരു പെയിന്റർ, അല്ലെങ്കിൽ ഒരു ടൈല് അത് ലേ ചെയ്യുന്ന ഒരാൾ പോലും, അവരിൽ നിന്നൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, അവരിൽ നിന്നൊക്കെ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തിരിച്ച് റീവർക്ക് ചെയ്യും. അങ്ങനെ ഒരു മെഗാ പ്രോജക്റ്റ് ഒരു സിനിമ ഉണ്ടാക്കുന്ന പോലെ അതേ പ്രോസസ്സിൽ കൂടിയാണ് ഞങ്ങൾ ഇതുവഴി കടന്നു പോയത്. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ സിനിമേനെക്കാട്ടിലും എനിക്ക് തോന്നുന്ന ഈ ഇങ്ങനൊരു സംഭവം കുറച്ച് നാളും കൂടെ നിലനിൽക്കും. ഇപ്പൊ സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ചില സമയത്ത് നമ്മളൊരു ഒരു സ്റ്റോറി ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് സർപ്രൈസ് എലമെന്റ്സ് ഉണ്ടാവും. അതൊരു മൊമെന്റ് ആയിരിക്കും. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും സിനിമ വർക്ക് ചെയ്യും. പക്ഷെ ആ മൊമെന്റ് ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെടും. കാര്യം അത് നമ്മളെ വല്ലാണ്ട് കൗതുകം ഉണർത്തി കാണും. അതേപോലെ തന്നെ ഒരു വീടിനാണെങ്കിലും ചില കോർണേഴ്സ് ഒക്കെ ഈ പറയുന്ന മൊമെന്റുകളാണ്. അപ്പൊ അത് പെട്ടെന്ന് നമ്മളെ സർപ്രൈസ് ചെയ്യും. അത് നമ്മളെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യും. നമുക്ക് അവിടെ കുറെ സമയം, ലിവിംഗ് റൂം ആയിരിക്കില്ല, ഏതോ ഒരു കോർണർ, അവിടെ നമുക്ക് ധാരാളം സമയം ഇരിക്കാനൊക്കെ തോന്നും. അതൊക്കെ ചില സമയത്ത് ഒത്തുവരുന്നതും കൂടെയാണ്.
ഇവിടെ ഇരിക്കുന്ന എല്ലാ ചെടികളും നമ്മൾ പ്ലാൻ ചെയ്ത അതിന്റെ ഉള്ളിലൊക്കെ ഓരോ മരത്തിന് വരെ സ്റ്റോറി ഉണ്ട്. അത് ഓരോന്നായിട്ട് പറഞ്ഞാൽ നമുക്ക് പല എപ്പിസോഡിൽ ഒരു മരത്തിന്റെ പക്ഷെ സ്റ്റോറി. എനിക്കതില് കൗതുകം തോന്നിയത് ഈ പൂവരശന് ഒരു കുട്ടിക്കാലം, ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഇന്ത്യൻ സ്റ്റീലിന്റെ ആഡിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് സ്കൂളിൽ പോവാതെ അതെ. പുറത്തു നിന്ന് ആംബിയൻസ് വീക്ഷിക്കുന്ന അതെ. പുറത്ത് നിൽക്കുന്ന ഒരു കുട്ടിയാണെന്ന് പറയുന്ന പോലെ അതെ. ആ കുട്ടിക്കാലത്തെ റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്ന സംഗതി അതെ. ഉണ്ടല്ലോ. ഒരു നമ്മള് പി വിളിക്കാനുള്ള ഇലയെ അതെ, എന്റെ സ്കൂളിൽ ധാരാളം ആ ഭാഗത്തൊക്കെ ഉണ്ടാവുന്ന വളരെ കോമൺ ആയിട്ടുള്ളവരാണ് പൂവരശ്. അത് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. അത് അന്നത്തെ സമയത്തും ഞാൻ എൻ്റെ കുട്ടികളെ ഇവിടെ കൊണ്ടുവരുമ്പോഴും പലവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു മജിഷ്യനായ അവസ്ഥകളുണ്ട്. അതിൻ്റെ അകത്ത് വളരെ സിമ്പിളാണ്. അത് എന്തുകൊണ്ടെന്ന് അറിയില്ല. ഞാൻ വേറെ പല ഇലകളിലും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ പൂവരശിന്റെ ഇല നമ്മൾ പ്ലക്ക് ചെയ്ത് അതൊരു ആലില പോലെ ഇരിക്കും. പക്ഷെ അതിന്റെ ടെക്സ്ചർ വ്യത്യാസമാണ്. അതിന്റെ ടിപ്പ് കട്ട് ഓഫ് ചെയ്തിട്ട് നമ്മളൊന്ന് ചുരുട്ടി കറക്റ്റ് രീതിയിൽ ചുരുട്ടി നമ്മൾ ബ്ലോ ചെയ്ത് കഴിഞ്ഞാൽ വിസിൽ പോലെ പി പോലെ അടിക്കാൻ പറ്റും. അത് നമ്മൾ കുറെ കൂടെ സൗണ്ട് വന്നു. അതെ അതെ. അപ്പൊ നമ്മൾ ചില സമയത്ത് കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്താൽ മേ ബി ഒരു മെലഡി ഒക്കെ പ്ലേ ചെയ്യാൻ പറ്റും. അത്ര ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ അത് ഭയങ്കര സ്റ്റോറി ഉണ്ട്. ഇതൊക്കെ എന്റെ അമ്മാവന്മാരും എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള കുടുംബത്തിലെ ആൾക്കാരൊക്കെ കണ്ട് ഞാൻ പഠിച്ച്. അപ്പൊ അങ്ങനത്തെ കുറെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ പൂവരശുണ്ട് വീടിന്റെ മുമ്പിൽ തന്നെ 2 എണ്ണം. ഞാൻ ഇതേപോലെ ഒരു കാര്യം കാണിക്കാന്നൊക്കെ പറഞ്ഞ് പിള്ളേരെയൊക്കെ ഇവിടെ ഞാൻ വട്ടാക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് വെച്ചിരിക്കുന്നത്, നമ്മൾ എൻ്റെ സ്കൂളിലോട്ട് SDVയിൽ ആലപ്പുഴയിലെ സ്കൂളിൽ നമ്മൾ എപ്പോഴും കയറുമ്പോൾ അവിടെ ഒരു വയസ്സായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി എപ്പോഴും 2 or 3 തരത്തിലുള്ള ഉപ്പിലിട്ട സാധനങ്ങൾ വെക്കുമായിരുന്നു. അപ്പം അന്നൊക്കെ നമുക്ക് പോക്കറ്റ് മണി എന്താ വളരെ തുച്ഛമായ 25 വയസ്സ് വല്ലതും അത് വെച്ച് ചിലപ്പോൾ 5 കാരക്ക ഉപ്പിലിട്ട. ഈ കാരക്ക എപ്പോഴും കിട്ടുന്ന കാര്യമല്ല, സീസൺ അല്ല. അപ്പൊ ഈ കാരക്ക ഒലിവ് പോലെ ഇരിക്കും, അതിൻ്റെ അകത്ത് ഹാർഡായിട്ടുള്ള കുരുണ്ട്. അപ്പൊ ഇത് വായിലിട്ടിരുന്ന ഒരു ഗ്ലാസ് ഒക്കെ മുഴുവനായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. ബാക്കി അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ അറിയാതെ നേരത്തെ പറഞ്ഞ കള്ളത്തരം ഉള്ളത് കൊണ്ട് അടുത്ത കാര്യം കാണിച്ചു കഴിഞ്ഞാൽ അവന് കൊടുക്കണം. അപ്പൊ പോക്കറ്റിൽ നിന്നിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഓരോട്ട് അടുത്ത് പോകും. ഈ പറയുന്ന കുറേ നൊസ്റ്റാൾജിക്. അപ്പൊ ഈ പറയുന്ന ഗ്ലോവിക്ക അല്ലെങ്കിൽ കാരക്ക, ഇരുമ്പൻ പുളി എന്നൊക്കെ പറയുന്ന സാധനം ഒക്കെ വെച്ച് പിടിക്കും. കാരക്ക വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു മരമാണ് പിടിച്ചു വരാൻ. അതൊക്കെ ഭാഗ്യവശാൽ പിടിച്ചു. അതിൻ്റെയൊക്കെ ഉപ്പിലിട്ടത് ഇവിടെ ഇരിപ്പുണ്ട്. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ അവരുടെ ഒരു ഇമോഷൻസ് അത് പേഴ്സണലൈസ്ഡ് ആവുക എന്ന് പറയുന്നിടത്ത് നമ്മളെപ്പോഴും പറയുന്ന പോലെ അത് ഭയങ്കര യൂണിവേഴ്സൽ ആവുന്നു എന്ന് പറയുന്നു. പലപ്പോഴും ബ്രാൻഡുകൾക്ക് വേണ്ടി അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊരു ഗ്ലോബൽ ബ്രാൻഡ് ആവാം, ഒരു ഇന്ത്യൻ ഓഡിയൻസ് ആയിരിക്കില്ല അവരുടെ TG. ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും ഒരു ചേർത്തലക്കാരൻ്റെ അയാളുടെ ഒരു സ്കൂൾ കാലത്തെ മെമ്മറിയെ, ഇമോഷനെ അത് ഇമോട്ട് ചെയ്താൽ പോലും ഇത്ര ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതാണ്. നമ്മളിന്നിപ്പം ഏറ്റവും എനിക്ക് ഭയങ്കര വർക്കായൊരു ആഡുകളിലൊന്ന് എല്ലാം അതിൻ്റെ കൂടെ ഭയങ്കര റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ ഫാൻമാനിയ പോലും പേഴ്സണൽ ലൈഫിൽ നിന്ന് എടുത്താലേ. അതെ, അത് ബേസിക്കലി ഫാൻമാനിയയിൽ ഇൻഫാക്ട് WWE എന്ന് പറയുന്ന ഒരു കാര്യം അറിയാലോ. അത് എസ്പെഷ്യലി ഒരു പ്രത്യേക കാലഘട്ടം, അതായത് നമ്മുടെ ഒരു ഏജ് ഏകദേശം ഒരു 18-19 വരെ ക്രേസ് ആണ്. നമുക്ക് പണ്ട് WWF എല്ലാം തൊട്ട് കസേര തൊട്ട് എല്ലാം ആ ഒരു ഏജ് ഗ്രൂപ്പിന് പ്രാന്താണ്. അപ്പൊ എന്റെ മക്കൾ ഇപ്പം 19 വയസ്സ് കഴിഞ്ഞു, ആൺകുട്ടികൾ. എൻ്റെ മകൾക്ക് 14 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ അവൾക്ക് കുറച്ചും കൂടെ യങ് ആയിരുന്നു. അപ്പൊ ഇത് അവരൊക്കെ എടുത്തിട്ട് അവളെ കട്ടിലെടുത്ത് തിരിച്ചിടുക, കസേര എടുത്ത് എറിയുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ട ഒരു മാഡ് അവസ്ഥയുണ്ട് അവർ കടന്നു പോകുന്നത്. അപ്പം അത് ഏതൊരു ഫാനും ചെയ്യുന്നതാണ്. അത് ആ ക്യാരക്ടർ അവർ ആവാഹിക്കും, സംസാരിക്കുന്നത് പോലും. ഇപ്പം അതിൻ്റെ അകത്തൊരു സീക്വൻസിൽ ഒരു 2 കപ്പിള് പീസ്ഫുൾ ആയിട്ട് സംസാരിക്കുന്ന ഒരു തേർഡ് പാർട്ടി കൗൺസിലിങ്ങിൽ പുള്ളി എണീറ്റിട്ട് ഓടിയാണ് ടോക്ക് വാട്ടർ ബോട്ടിലൊക്കെ വെച്ചിട്ട് അത് അത്രമാത്രം സിസ്റ്റത്തിൽ ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണ് WWE. ഓഫീസ് ഫാൻ്റെ എന്ന് പറഞ്ഞാൽ ലാഡറിൽ നിന്ന് ചാടുന്ന അവസ്ഥ, റിട്ടയർമെന്റ് പാർട്ടിക്ക് ഷോൾ എടുത്തിടുന്ന അവിടുന്നാണ് എന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ എന്റർടൈൻ ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റില് ഹ്യൂമർ നാച്ചുറലി ഉണ്ട്. നമ്മളത് സാധാരണ ജീവിതത്തിൽ നമ്മൾ അത് കാണിക്കുകയാണ്, അല്ലാതെ ഒരു സ്പോർട്ട് ഇവന്റിലല്ല കാണിക്കുന്നത്. സാധാരണ പല മുറികളിൽ, ഓഫീസുകളിൽ, റോഡുകളിൽ, ട്രാഫിക് സിഗ്നലുകളിൽ, ഇവിടെയൊക്കെ നമ്മൾ ഇത് റീക്രിയേറ്റ് ചെയ്യുമ്പം ഹ്യൂമർ ഓൾറെഡി നമ്മൾ പിന്നെ
ഗോഷ്ടി കാണിക്കേണ്ട കാര്യമില്ല കാര്യമില്ല. ഹ്യൂമർ അതേസമയം തന്നെ ആളുകൾക്ക് അത് പേഴ്സണലൈസ്ഡ് ആവാൻ പറ്റും. എല്ലാവർക്കും അവരവരുടെ കണക്ട് ചെയ്യാൻ പറ്റും. മെമ്മറിയിലേക്ക് കണക്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇനിഷ്യലി നമ്മൾ കപ്പിൾ ഓഫ് കോൺവെർസേഷൻ ഇതിനെ പറ്റി ഉണ്ടായിരുന്നു. അതായത് ശരിക്കും WWE ആയിട്ട് ബന്ധപ്പെട്ട അതുമായിട്ട് സ്ഥിരമായിട്ട് കാണുന്ന ശരിക്കും റിയൽ ഫാൻസിന് ആദ്യത്തെ ഷോട്ടിൽ തന്നെ പിടികിട്ടും. പക്ഷെ ഇനിയും ഫാൻസ് ആകാൻ സാധ്യതയുള്ള ധാരാളം ചെറുപ്പക്കാരും എസ്പെഷ്യലി ഇതുമായിട്ട് എക്സ്പോഷർ ഇല്ലാത്ത ആൾക്കാർ ഇതിലോട്ട് വരാനും ഒരു പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റിയൽ ആയിട്ടുള്ള WWE കോണ്ടന്റ് അതിൻ്റെ അകത്ത് ചില റെഫറൻസ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് ഫാൻ ആണെങ്കിലും അല്ലെങ്കിലും അതിന്റെ ഒരു കണക്ടിവിറ്റിയിൽ ഹ്യൂമർ തീർച്ചയായിട്ടും അപ്പൊ ഒരു എന്റർടൈൻമെന്റ് ആണ് അത് എപ്പോഴും കാണുക എന്ന് പറയുന്നത്. അതെ അതെ. ഈ അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞല്ലോ ഒരു 3 മണിക്ക് പുലർച്ചെ എഴുന്നേൽക്കുന്ന ഞാൻ പറഞ്ഞ വിയേർഡായ നമ്മളൊരു മാഡ്നസ് എന്ന് പറഞ്ഞ ഇത് ക്രിയേറ്റിവിറ്റി ഇതിന്റെ ഒരു ബ്ലെൻഡ് ആയിട്ടാണല്ലോ ഈ ആലോചനകൾ വരുന്നത്. അങ്ങനെ സമയത്ത് നമുക്ക് എപ്പോഴും നമ്മൾ വരികില്ല എനിക്ക് എല്ലാ ദിവസവും പുതിയ ആലോചന കിട്ടണേ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അങ്ങനെ സ്റ്റക്കായി പോവുക. കാരണം വെച്ചാൽ എവിടുന്നാണ് പ്രകാശ് വർമ്മയ്ക്ക് മാത്രം ഇതിന് മാത്രം ഞാൻ ഒരു എല്ലാം പുതിയതാണല്ലോ അത്. ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ 2023 പ്ലാൻ ചെയ്യാവുന്ന നൻപകൽ നേരത്ത് പോലത്തെ ഒരു മലയാള സിനിമയ്ക്ക് ഗ്രീൻ പ്ലൈ എന്ന് പറയുന്ന അല്ലെ കരിയറിന്റെ തുടക്കകാലത്ത് ഇതൊരു അഡ്വർടൈസ്മെന്റിൽ നിന്ന് സ്പാർക്ക് ചെയ്തിട്ട് ആലോചന ഉണ്ടാക്കാൻ പറ്റുന്നത്. ഈ പറയുന്ന എന്താണ് പ്രകാശ് വർമ്മ എന്താണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഞാൻ സാധാരണ ഞാൻ പറഞ്ഞില്ലേ കാര്യം എന്നെ സംബന്ധിച്ച് ഇതിലോട്ട് തുടങ്ങുന്ന സമയത്ത് കയറുമ്പോൾ തന്നെ ഇതും ഇൻട്രസ്റ്റിംഗ് ഫോർമാറ്റാണ്. ഇത് വെറുതെ ഒരു സെല്ലിങ് നമ്മൾ പറയുന്ന ഒരു മാർക്കറ്റിംഗ് ഒരു സാധനം വിൽക്കാൻ വേണ്ടി മാത്രം ഫോഴ്സ്ഫുള്ളായിട്ട് അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഷ്വലി സ്റ്റണ്ണിങ് ലുക്കിംഗ് ഒരു സ്പേസ് അല്ല. ഇതിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇതും നമ്മളെ ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റും എന്നൊരു സ്പേസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മൾ നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇംപ്ലിമെന്റ് ചെയ്താൽ അതിനൊരു യുണീക്നെസ് ഉണ്ട്. കാര്യം എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. അപ്പം വേറൊരാൾ ചെയ്യുന്ന പോലെ ചെയ്യുന്നതിന് പകരം വളരെ സിമ്പിളായിട്ടുള്ള ജീവിതത്തിൽ നടന്നൊരു കാര്യമാണെങ്കിലും അത് നമുക്ക് നരേറ്റ് ചെയ്യാൻ അത് പവർഫുള്ളായിട്ട് നരേറ്റ് ചെയ്യാൻ പറ്റിയ പവർഫുൾ എന്ന് പറയുന്ന ഒരാളെ അത് മനസ്സിലാക്കി നമ്മൾ കോംപ്രിഹെൻഷൻ ആണല്ലോ എന്തിൻ്റെയും. ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സ്പേസിൽ ധാരാളം സമയമുണ്ട്. അപ്പൊ കോംപ്രിഹെൻഷന്റെ വലിയ എന്താന്ന് പിടികിട്ടും സ്റ്റോറി. ഇത് പല സമയത്ത് നമ്മൾ ടൈമിന്റെ സ്ട്രഗിൾ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കോംപ്രിഹെൻഷൻ നമുക്ക് പറ്റുമെങ്കിൽ ദാറ്റ് ബിക്കംസ് എ പവർഫുൾ സ്റ്റോറി അല്ലേ. അപ്പൊ അതിൽ നമ്മുടേതായിട്ടുള്ള ഇപ്പം ഹച്ചിന്റെ സമയത്ത് ഡോഗ് ആൻഡ് ബോയ് എന്ന് പറയുന്ന അവസ്ഥയിൽ അത് ഒബ്വിയസ്ലി അതെന്താ എന്റെ ആ ക്യാപ്ഷൻ എഴുതിയിരിക്കുന്ന ഒഗിൽവിയാണ്. അതിന്റെ ഒരു സാഹചര്യം അങ്ങനത്തെ ഒരു ബ്രീഫിംഗ്. പക്ഷെ അതിന്റെ നടന്നിരിക്കുന്ന അവസ്ഥ അത് എൻ്റെ കുട്ടിക്കാലത്ത് ചേർത്തലയിലെ കുടുംബം അവരുടെ കൂടെ കസിൻസും എല്ലാവരും കൂടെ കഴിഞ്ഞ് ഞങ്ങൾ ആലപ്പുഴയിലായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ തിരുവനന്തപുരത്തും അവിടെ ഇവിടെയൊക്കെ. അപ്പൊ ഈ പറയുന്ന ഓണം വിഷു കഴിഞ്ഞാൽ അവരൊക്കെ നേരത്തെ പോകും. നമുക്ക് 2 ദിവസം കഴിഞ്ഞാലും പോയാൽ മതി അച്ഛന്. അപ്പൊ നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് വേറെ ഈ പറയുന്ന കോവിലവും ചുറ്റുപാടും ധാരാളം സ്ഥലവും മരങ്ങളും ഒരു വടിയായിട്ട് ഇറങ്ങാണ്. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു പട്ടിക്കുട്ടിയോ ഒക്കെ ഉണ്ടാവും. അപ്പൊ രാവിലെ ഇറങ്ങും, വൈകുന്നേരം വന്ന് കിടന്നുറങ്ങും. ഇങ്ങനെ തെണ്ടി നടക്കില്ല ഇങ്ങനെ വടി കൊണ്ട്. അതിന്റെ ഒരു ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ഒരു ബോർഡം ആ ഫിലിമിലുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് ആ പയ്യനിലുണ്ട്. അവനിങ്ങനെ ടിപ്പിക്കൽ അഡ്വർടൈസിൽ കാണുന്ന പോലെ ഒരു ചിരിച്ച് ഹാപ്പി ആയിട്ടുള്ള എന്നെ നോക്കൂ ഞാൻ എന്ത് ക്യൂട്ടല്ല. അവൻ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അവന്റെ വൈബേ റോങ് ആണ്, നെഗറ്റീവ് ആണ്. ചാടി തുള്ളി മറിഞ്ഞ് ചിരിയൊന്നുമില്ല, പാസീവായിട്ട് പോവാണ്. അതിനോട് ചേർന്ന് ഒരു ചെറിയ ഇത്രയും ഒരു ബാരിക്കേഡ് കാര്യം ഞാൻ പറഞ്ഞ കോംപ്രിഹെൻഷൻ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താണ് പറഞ്ഞു വരുന്നത്, വേറെവർ യു ഗോ ഐ ഫോളോ യു എന്ന് പറയുന്നത് ഒരു ആ പട്ടിയുടെ സൈസ് അനുസരിച്ച് ഇതിന്റെ അടിയിൽ കൂടെ വേണമെങ്കിൽ പോകാം. പക്ഷെ അവൻ ചാടി അവൻ ചാടും, മൂത്രമൊഴിച്ചാൽ മൂത്രമൊഴിച്ചു, നീ ഇങ്ങനെ കിടന്നേ അങ്ങനെ എന്ന് എനിക്കൊന്നും അതിന് പറ്റുന്നില്ല. ചാടാനും 2 സ്ഥലത്ത് പാടുപെട്ട് കയറും. അതെ, എന്നാലും ഞാൻ താഴെ കൂടെ പോകില്ല. കാര്യം ഇഫ് യു ഗോ ഐ ഗോ. അപ്പൊ ഒരു നെറ്റ്വർക്കിന്റെ സ്ട്രെങ്ത് ഇൻഡയറക്ട്ലി പറയാണ്. ഏത് കോർണറിൽ പോയാലും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ഫിലോസഫി അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ അതിന്റെ ഫ്രണ്ട് ലൈനിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതുവരെ കാണാത്ത ഒരു ഗ്രാഫ്, ഒരു പട്ടി ഒരു കുട്ടി, അത് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിന്റെ ഒരു അപ്പൊ അതിന്റെ ചെറിയ പട്ടിയും. അതെ അതെ. അപ്പൊ അതിൻ്റെ അകത്ത് എന്റെ ചേർത്തലയിലെ അവസ്ഥകളുണ്ട്. ഇന്ത്യൻ സ്റ്റീൽ ചെയ്യുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ എന്നും ലേറ്റ് ആണ്. കാര്യം സ്കൂളിലോട്ട് പോകുന്ന വഴിയിൽ ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട്. ആ പ്രിന്റിംഗ് പ്രസ് എപ്പോഴും പഴയ പ്രിന്റിംഗ് പ്രസ് അറിയാം, വിടും
കിടിക്ടാക് ടിക് കിടും കിടിക് അതിനൊരു ഋതമുണ്ട്. അത് കുറച്ചു നേരം കേട്ട് നമ്മളൊരു ട്യൂൺ ഇട്ടാൽ മതി വായിക്കൂടെ, ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് പോകും. അപ്പൊ ഇതിങ്ങനെ ഒന്ന് ലേറ്റ് ആവും. ലേറ്റായി അച്ഛൻ പഠിപ്പിക്കുന്ന സ്കൂളാണ്. അല്ല, അച്ഛൻ കോളേജിലായിരുന്നു. പക്ഷെ അച്ഛൻ പഠിപ്പിച്ച പല സ്റ്റുഡൻസും ആണ് സ്കൂളിലെ എന്റെ ടീച്ചേഴ്സ്. അച്ഛൻ SD കോളേജിലാണ്. അവിടെ ഞാൻ പോയപ്പോൾ അപ്പം വളരെ ലേറ്റ് ആയിട്ട് ശിക്ഷ, ക്ലാസിന്റെ വെളിയിൽ നിൽക്കുക എന്ന് പറയുന്ന പല പരിപാടികളും അതൊന്നും എന്നെ സംബന്ധിച്ച് ബാധകമല്ലായിരുന്നു. കാര്യം ആ രാവിലത്തെ അരമണിക്കൂർ ഞാൻ അങ്ങോട്ട് ആസ്വദിച്ചു. ഇന്ത്യൻ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു ഫിലിമിൽ തുടക്കം ഞാൻ അതേപോലത്തെ എന്റെ പ്രസ് ഇപ്പം ഇല്ല, അങ്ങനെ കാണാൻ പറ്റില്ല. ഇമാജിനേഷനിൽ ഞാൻ ഹിമാചലിൽ എവിടെയാണ് ഷൂട്ട് ചെയ്തത്, എവിടെ നോർത്തിലായിരുന്നു. എന്നിട്ട് ഞാൻ അതേപോലത്തെ സെറ്റ് ഉണ്ടാക്കി അങ്ങനത്തെ ഒരു കവാടത്തിൻ്റെ അകത്തൂടെ ആ മെഷീൻ വർക്ക് ചെയ്യുന്ന കണ്ട് ഇവൻ നിൽക്കുന്നത് ഞാൻ റീക്രിയേറ്റ് ചെയ്തു. ഞാനിത് എന്റെ സ്കൂളിൽ എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പിള്ളേരുടെ അടുത്തൊക്കെ പറയുണ്ടായി. ആ പ്രസ്സാണ് ഈ ഫിലിമിന്റെ ഇൻസ്പിറേഷൻ. അപ്പൊ അവർക്ക് കണക്ട് ചെയ്യാൻ അതേപോലെ ഇരിക്കുന്നു, പിള്ളേർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ. റിലേറ്റബിൾ എന്ന് പറയുന്നത് അല്ലേ, ഓൾ ഏജ് ഗ്രൂപ്പ്, ഓൾ വേൾഡ് എന്ന് പറയുന്നത്. അതെ. അപ്പൊ എന്തെങ്കിലും ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ സ്ക്രിപ്റ്റ് രൂപത്തിലോ സ്ക്രിപ്റ്റ് ഇല്ലാത്ത രൂപത്തിലോ ഒരു ബ്രീഫ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റിന്റെ രൂപത്തിലോ വന്നാൽ, അത് എങ്ങനെ വന്നാലും ആസ് എ ഫിലിം മേക്കർ ഞാനത് സ്ട്രക്ചർ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്നിപ്പോ അറിഞ്ഞോ അറിയാതെയോ എന്റെ എന്തെങ്കിലും വരും. അതെന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതായിരിക്കും, കേട്ടതായിരിക്കാം, കണ്ടതായിരിക്കാം. ആ വരുന്നത് ഇൻഫാക്ട് എന്നെ സംബന്ധിച്ച് വളരെ എന്താ പറയുക, എക്സ്ട്രീംലി ലക്കി. കാര്യം അതുകൊണ്ട് ഒരു യുണീക്നെസ് അതിൽ ഉണ്ടാവും. നമ്മൾ മറ്റൊരു സ്ഥലത്തുനിന്ന് പകർത്തുന്നതല്ല, അല്ല, നമ്മളിൽ നിന്ന് തന്നെ. അതെ, അതിൻ്റെ അകത്ത് ചില സമയത്ത് ആ എലമെന്റിനെ വെച്ച് മാത്രമായിരിക്കും. ചിലപ്പം അത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ ലൊക്കേഷനിലായിരിക്കാം, ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ആയിരിക്കാം. പക്ഷെ എന്റെ ജീവിതം അതായിരുന്നില്ല. അതിന്റെ അകത്തെ എലമെന്റ് ചിലപ്പോൾ ഇതായിരിക്കും, ഹുക്ക് ഫാക്ടറിൽ ഇതായിരിക്കും. അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഭയങ്കര ഒരു രസമുള്ള, ഈ പറയുന്ന രസം എല്ലായിടത്തും ഉണ്ട്. ഈ പറയുന്നതായിരിക്കും ഒരു ഭയങ്കര ഫാഷനബിൾ ഒരു സ്ട്രീറ്റിലായിരിക്കും. പക്ഷെ അതിന്റെ എലമെന്റ് ചിലപ്പോൾ ഇങ്ങനെ എവിടുന്നെങ്കിലും വന്നായിരിക്കാം. ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇപ്പൊ ഈ പറഞ്ഞ നൻപകൽ നേരത്ത് മയക്കെന്ന് പറയുമ്പോൾ, നൻപകൽ നേരത്ത് മയക്കെന്ന് പറയുന്നത് ലിജോയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിമായി പറയുന്നത്. ആ വർഷത്തെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ്. പക്ഷെ അതിന്റെ ഒരു ആദ്യ ആലോചന അവരത് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് ഈ ഗ്രീൻ പ്ലേഡ് അന്ന് ചെയ്ത പിന്നെ നിർത്തുങ്കോ എന്ന പയ്യൻ, സർദാരി പയ്യൻ പറയുന്നിടത്ത് തുടങ്ങുന്ന കൊൻസി ഭാഷ ആ ആഡാണല്ലോ. ആ ആഡിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാവുന്നു. ഇത് നമ്മളുടെ ഒരു ക്രിയേഷനിൽ നിന്ന് ഒരു മുഴു സിനിമ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അത് രണ്ടും ആസ്വദിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ വേറൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും. കാര്യം എന്താ അറിയാം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മാതൃഭൂമിയുടെ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ്, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. എനിക്കൊരു സെഷൻ, സ്വരൂപമായിട്ടുള്ള സെഷൻ. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്നാണ് അത് വന്നത്. അപ്പോൾ ആ ചോദ്യം എന്താന്ന് പറഞ്ഞാൽ, ഇന്നത്തെ സമയത്ത് ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ ആൾക്കാർ ധാരാളം കണ്ടന്റുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറയുന്നു എന്നൊരു ചിന്ത. അപ്പൊ അത് പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിലെന്ത് മാത്രം ഞാൻ പറഞ്ഞാൽ അത് പ്യുവർ മിത്താണ്, വെറും മിത്താണ്. എന്ത് കമ്മ്യൂണിക്കേഷനിലും, ഡോക്യുമെന്ററി ആണോ, OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന സീരീസ് ആണോ, ഫിലിംസ് ആണോ, കമേഴ്ഷ്യൽസ് ആണോ, എന്താണെങ്കിലും ഒരു കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാൻ സാധിച്ചാൽ, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവൻച്വലി, കാര്യം പലവരും ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, സാധിച്ചാൽ ഈ ഡ്യൂറേഷൻ ഒന്നും ഒരു പ്രശ്നമല്ല. കാര്യം നമ്മൾ എന്തോരം OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന ഇപ്പൊ അഡോളസൻസ് ഞാനൊക്കെ ബിഞ്ച് വാച്ച് ചെയ്തായിരുന്നു, 4 എപ്പിസോഡും. എത്രയോ ആൾക്കാർ ഇരുന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഒറ്റയിരിപ്പിലിരുന്ന് കാണുന്നു. ഇന്നത്തെ കാലത്ത് എത്ര സിനിമകളാണ് പാർട്ട് 2ഉം പാർട്ട് 3ഉം. ചില സിനിമയുടെയൊക്കെ ഡ്യൂറേഷൻ എന്താണ്, 3-3.5 മണിക്കൂറും ആൾക്കാർ ഇരുന്ന് കാണുന്നില്ലേ, സക്സസ്ഫുൾ ആവുന്നില്ലേ? അപ്പൊ അത് മിത്തല്ലേ? അപ്പോ അതേപോലെ തന്നെ ഇതൊരു പ്രൈം എക്സാമ്പിൾ അല്ലേ നൻപകൽ നേരത്ത്. ഞാൻ 60 സെക്കൻഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു പോയിന്റ്, അതിനകത്ത് ഒരു പോയിന്റ് അവന്റെ ആ ഒരു എന്താ പറയാ, അതെ. അപ്പം അത് ഒരു റീഇൻകാർണേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഹ്യൂമർ, അതിൻ്റെ അകത്ത് സീരിയസ്നെസ് അല്ലാതെ ഒരു ഹ്യൂമർ സ്പേസിൽ പറഞ്ഞ ഒരു എലമെന്റ് 2-2.5 മണിക്കൂറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനന്ന് ഒരിക്കലും ഐ നെവർ തോട്ട് ദാറ്റ് ദിസ് ക്യാൻ ബി എ ഫീച്ചർ ഫിലിം ഐഡിയ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ, എൻ്റെ കണ്ണുകൾ തുറപ്പിച്ച പല ഏരിയയിലും നമുക്ക് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ചിന്തിക്കാം എന്ന് തോന്നിപ്പിച്ചൊരു സിനിമയാണ് ലിജോ ചെയ്തത്. അത് ഈ പറഞ്ഞ പോലെ
60 സെക്കൻഡിൽ ഒതുങ്ങി നിൽക്കുന്ന ഐഡിയ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോമൻസ് വെച്ച് ആക്ച്വലി ചെയ്ത്. അപ്പം അത് ശരിക്കും എക്സൈറ്റിംഗ് ആണ് എന്നെ സംബന്ധിച്ച്. ഞാൻ ലിജോനെ വിളിച്ച് പറയുകയും ചെയ്തു, ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ലിജോ ഇങ്ങനത്തെ ഒരു സ്പേസ്. ആൻഡ് ഹി വാസ് വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ്. അതൊക്കെ അതാണ് അതിന്റെ. ചിലപ്പോ പ്രകാശേട്ടൻ തന്നെ ആ ആഡിലേക്ക് റീവിസിറ്റ് ആണല്ലോ. അതെ അതെ, ഒരു സിനിമ കാണുന്നു, നമ്മൾ അന്ന് എന്ത് ചെയ്തു, അന്ന് എങ്ങനെ ആലോചിച്ചു. ഞാൻ അന്ന് ആലോചിച്ചിരുന്നത് ഇതെന്തായിരിക്കും ഇതിന്റെ ഒരു തോട്ട്. ഇപ്പൊ ലിജോ ഇതാണ് ഐഡിയ എന്ന് പറയുന്നത്. പ്രകാശ് വർമ്മ എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക? ഒരു ട്രാവലിനിടയിൽ ഒരു സ്ഥലത്ത് കയറുന്നു, അവിടെയാണ് ഈ പറയുന്ന പ്ലൈ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇതിനകത്ത് വ്യത്യാസം അഡ്വർടൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ എന്റർടൈൻ ചെയ്യാൻ മാത്രമല്ലല്ലോ ചെയ്യേണ്ടത്. അല്ല, ഞാൻ ഇവൻച്വലി ഒരു പ്രൊഡക്റ്റ് വിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ബ്രാൻഡ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു കഥയിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് ബ്ലെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയൊരു ടാസ്ക് ഉണ്ട് ചില സമയത്ത്. അതുകൊണ്ടാണ് ചില സമയത്ത് കാണുമ്പോൾ നല്ല ഫിലിം, ഇൻട്രസ്റ്റിംഗ് ഫിലിം എന്താണെന്ന് പിടിയില്ല, എന്താണ് പ്രൊഡക്റ്റ് എന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ചില സമയത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ബാലൻസ് കൂടിയിട്ട് ഇത് മറന്നുപോകും, പ്രൊഡക്റ്റ് മറന്നു പോവുക എന്നൊക്കെ പറയുന്ന പ്രോസസ് ഉണ്ട്. പക്ഷെ അതും കൂടെ ഇൻവോൾവ് ചെയ്ത് വേണമല്ലോ ചിന്തിക്കാൻ. അതുകൊണ്ട് എപ്പോഴും ബ്രാൻഡുമായിട്ട് കണക്ട് ഉണ്ട്. അപ്പം ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് അതല്ലേ കാര്യം. ഒരു പ്ലൈവുഡ് എത്രയോ വർഷങ്ങൾ നിൽക്കും. ഇതിൽ കൂടുതൽ നമ്മൾ എങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും, ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പം എപ്പോഴും നമ്മൾ സംസാരിക്കുന്നതാണ് ഇപ്പൊ ഹച്ചുലെ ഡോഗ്, സൂസു എന്നൊക്കെ പറയുന്ന സമയത്തും ഞാൻ പറഞ്ഞ ഇതിന്റെ ഒരു ക്രിയേഷൻ പാർട്ട് ഉണ്ടല്ലോ. നമ്മളിപ്പോ പറയുന്നത് ഇപ്പൊ AI ടെക്നോളജിയുടെ എല്ലാം വലിയ ഗ്രോത്തിന്റെ ഒരു ഇനീഷ്യൽ പീരീഡിലാണോ ചെയ്യുന്നത്. അന്ന് ഈ പറയുന്ന ആനിമേറ്റഡ് സീരീസ് ആണ് എന്നുള്ള ചർച്ചകൾ ജനറേറ്റ് ചെയ്യുന്ന ഇതേ സമയത്ത് പിന്നീടാണ് ഇത് അറിയുന്നത്, ഇത് റിയൽ ആളുകളെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ്, കേപ്പ് ടൗണിൽ ഷൂട്ട് ചെയ്യുന്നു, ഇതിൻ്റെ ഒരു എക്സ്ക്ലൂസിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ അമർ ചിത്രകഥയിലോ അല്ലെങ്കിൽ ഡിസ്നിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആവുകയാണ്, ആളുകൾക്ക് പേഴ്സണലൈസ് ചെയ്യാണ്. ഇപ്പം ഹച്ചിലെയും വഡഫോണിലൊക്കെ വരുന്ന സമയത്ത് ഈ പഗ്ഗിനെ ആളുകൾക്ക് ഇത് നല്ലൊരു പെറ്റാണ് എന്ന് കരുതുന്നത്, പഗ്ഗിനൊരു അംബാസഡർഷിപ്പ് ഒക്കെ കൊടുക്കുന്നത് പോലെ ഇവിടെ ഈ സൂസു എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രിയപ്പെട്ട അടുത്ത സീരീസ് കാണുന്ന ലെവലിൽ എത്തുകയാണല്ലോ. ഓക്കെ, അതിലെന്തായാലും ഇമോഷണൽ ഫാക്ടർ എല്ലാം ഉണ്ട്. എന്നാൽ പോലും എന്താ അതിന്റെ ഒരു ബേസിക് തോട്ട് എങ്ങനെയാണ് ഇതെല്ലാം ചെയ്തെടുക്കാനുള്ളത്? അല്ല, ആ ഒരു സൂസു എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനെ പറ്റി പറയാണെങ്കിൽ കുറേ സമയമെടുക്കും, കുറേ കഥകളുണ്ട് എൻ്റെ പുറകിൽ. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നൊരു പോയിന്റ് ആ സമയത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്ന ചില കാര്യങ്ങൾ നമ്മളത് എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പെരിമെൻ്റ് ചെയ്യാനും ശ്രമിച്ചു. അത് ശ്രമിക്കുന്ന സമയത്ത് വോഡഫോണിൻ്റെ മാർക്കറ്റിംഗ് ഹെഡായിട്ടുള്ള വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങളെല്ലാം. കാര്യം വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇതേ ബ്രാൻഡ് കൈകാര്യം ചെയ്യുന്നുണ്ട്. നാലാമത്തെ കുട്ടിയാണെന്ന്. അതെ തീർച്ചയായിട്ടും. കാര്യം എനിക്ക് തോന്നുന്നില്ല ലോകത്തെങ്ങും ഒരു ഫിലിം മേക്കർ, അതും ഒരു അഡ്വർടൈസിങ് ഫിലിം മേക്കർ, ഒരു ബ്രാൻഡുമായിട്ട് 18 വർഷം അസോസിയേറ്റ് ചെയ്ത് ഫ്രം ദ ബിഗിനിങ് ഒരു ചെറിയ ഒരു സീഡായിരുന്നു ഹച്ച്. ഭാരതി എയർടെൽ എന്നൊക്കെ പറയുന്ന വലിയ ബ്രാൻഡിനിടയിൽ വലിയ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് പട്ടി എന്ന് പറയുന്ന ആലോചിച്ച് ബ്രാൻഡിന്റെ ഫേസ് പട്ടി, കുട്ടിപ്പട്ടിയാണ്. ആ കുട്ടിപ്പട്ടി. അപ്പൊ അവിടുന്ന് ഉള്ള കണക്ഷനാണ്. അപ്പൊ നമുക്ക് ധാരാളം ട്രസ്റ്റും നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളും ഫ്രീഡം അതിൻ്റെ അകത്ത് ആസ് എ ഫിലിം മേക്കർ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ആനിമേഷൻ അതൊരു സ്റ്റേജിൽ ആ സമയത്ത് തോന്നിയ ഒരു പോയിന്റിൽ വളരെ സോളിഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് ഒക്കെ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റത്തിൽ കേപ്പ് ടൗണിൽ ഉണ്ടായിരുന്നു. അതിന് രണ്ട് കാര്യമാണ് കേപ്പ് ടൗണിൽ ഷൂട്ട് ചെയ്യാൻ. ഒന്ന് ഈ പറയുന്ന പ്രൊഡക്ഷൻ ഡിസൈൻ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലുള്ള എനിക്ക് വളരെയധികം പരിചയമുള്ള, ഞാൻ പല സമയത്തും കേപ്പ് ടൗണിൽ ഷൂട്ട് ചെയ്ത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടീമുണ്ട്. രണ്ടാമത്തെ കാര്യം, അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് ഓൾറെഡി ഫോണിലൊക്കെ ക്യാമറ ഉണ്ട്. അപ്പോൾ ഇതിന് ആനിമേഷൻ്റെ ഒരു ഫീല് കൊടുത്താൽ അതിലൊരു വീണ്ടും ഒരു ലെയർ ഓഫ് എക്സൈറ്റ്മെന്റ്, എന്താണ് ഇങ്ങനെ ഒരു ഫോർമാറ്റ്, ഇത് എന്ത് ഫിലിമാണ് എന്ന് തോന്നിക്കുന്ന ഒരു ആംഗിളും കൂടെ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ആ കോൺവെർസേഷനിൽ ഇൻഫാക്ട് നമ്മൾ ചെയ്ത പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോയി ഷൂട്ട് ചെയ്ത ഒരു കാര്യം, ഫോണിലൊക്കെ ക്യാമറ ഉള്ളതുകൊണ്ട് പലരും ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന പോയിന്റ് അപ്പോഴേ റിവീൽ ആവും, ഇതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടെന്നും ഇത് ഇടുകയാണ് എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ പറയുന്ന ഒരു കോൺഫിഡൻഷ്യാലിറ്റി, പിന്നെ ഈ പറയുന്ന ടീമിൻ്റെ എഫേർട്ട്. അപ്പോൾ ഈ ആനിമേഷനിൽ സാധാരണ നമ്മൾ കാണുന്നത് എല്ലാം ഫ്രെയിം ബൈ ഫ്രെയിം പെയിന്റഡ് അല്ലേ, വരച്ചതല്ലേ. അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് അനിമേഷനിൽ സാധാരണ ഉണ്ടാവും. കാര്യം ഒരു മരത്തിന്റെ ഷാഡോ അല്ലെങ്കിൽ ഈ ഒരു ബാറിന്റെ ഒരു ഷാഡോ അത് ഹൈലൈറ്റഡ് ആയിരിക്കും, കാര്യം അതൊക്കെ വരച്ചിരിക്കുക. അപ്പൊ ഒരു റിയാലിറ്റിയിൽ നിന്ന് വ്യത്യാസമുണ്ട്.
നമ്മൾ ഫുൾ റിവേഴ്സിൽ പോയി ഇങ്ങനൊരു സാധനം അവിടെ ഉണ്ടാക്കിയാൽ അതിന്റെ ഷാഡോവും നമ്മൾ പെയിന്റ് ചെയ്യും. അവിടെ ഒരു ലാമ്പ് പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഷാഡോ പെയിന്റ് ചെയ്യും. അത് ഹാഫ് ഗ്രേ ആയിരിക്കും, ചിലപ്പോൾ ഡാർക്ക് ആയിരിക്കും. എന്നിട്ട് ഈ ഫുൾ ഈവൻ ലൈറ്റിംഗ് വേറെ ഒരു ക്യാരക്ടേഴ്സിന്റെയും ഷാഡോ അവിടെ വരില്ല. ഈ ലാമ്പിന്റെ ഷാഡോ, കാര്യം ലൈറ്റ് ചെയ്തിരിക്കുന്ന ഈവൻ, ഒരു രീതിയിലും ഷാഡോ വരില്ല. അങ്ങനെയാണ് ലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്യാരക്ടേഴ്സിനൊന്നും ഷാഡോ ഇല്ല, പ്രോപ്സിനൊക്കെ വരച്ച ഷാഡോ. പിന്നെ ഞാൻ ക്യാമറ മൂവ്മെന്റ്സ് ഇല്ല അതില്. ഞാനൊരു പ്രത്യേക ഫ്രെയിം റേറ്റിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്റ്റാറ്റിക് ബ്ലോക്ക്. അപ്പൊ ഈ പറയുന്ന ഷാഡോന്റെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് അതൊക്കെ കൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥലത്ത് പോയതും. അതിന്റെ ഗുണം തീർച്ചയായിട്ടും ആദ്യത്തെ ഒരാഴ്ചക്ക് ശേഷമാണ് അതിന്റെ ഒരു ആ ക്യാമ്പയിന്റെ ഒരു സക്സസ്. കാര്യം ആൾക്കാർ ഇനി ഇന്ന് എന്താണ് IPL ആദ്യത്തെ സീസണിലാണ് വരുന്നത്. ഓരോ ദിവസവും ഓരോന്നാണ്. ഇനി ഇന്ന് എന്താണെന്ന് പറയുന്ന ഒരു എക്സൈറ്റ്മെന്റ് 30 ദിവസവും നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ആ പ്രോസസ്സ് ഇൻഫാക്ട് എക്സൈറ്റിംഗ് ആയിരുന്നു. പല സമയത്തും ഇതേപോലെ ഈ പറയുന്ന പോലെ ഈ ഒരാൾ രൂപത്തിന്റെ മേളിൽ നമ്മളൊരു കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ വളരെ ബോറാകുന്ന അവസ്ഥ പലപ്പോഴും നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഈ ചെറിയ കുട്ടികളുടെ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് അവോയ്ഡ് ചെയ്യാന്ന് പറയുന്നത് കാര്യം, അല്ലെങ്കിൽ അത് നമ്മൾ എന്തൊക്കെയോ ബഹളമാണെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനത്തെ പല പ്രോസസ്സും ഇതിന്റെ ഇടയിൽ കൂടെ നന്നാകാതെ അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞിട്ട് ഇതൊന്ന് റെഡിയാക്കി കിട്ടിയത്. അപ്പൊ ആ 30 ദിവസം അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായി എന്നുള്ളതാണ് എന്റെ വാസ്തവം. അത് ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആയി. അതിനുശേഷമാണ് ഞാൻ ഒരാഴ്ചക്ക് ശേഷമാണ് ഞാൻ ഇതിന്റെ പ്രോസസ്സിനെ പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തത്. കാര്യം അതിനുള്ളിൽ ഈ പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്ലോബലി ഉള്ള ഞാനുമായിട്ട് സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്ന ചില ആനിമേഷൻ സ്റ്റുഡിയോസ് ഒക്കെ എന്നെ നേരിട്ട് വിളിച്ച് this is not animation, but then what is this, but it looks like Varma, exactly tell me എന്നൊക്കെ പറയുന്ന പ്രോസസ്സ്. അതാണ് നമ്മളൊരു അനിമേഷൻ ചെയ്യാൻ 6 മാസമൊക്കെ വെയിറ്റ് ചെയ്യണം, 8 മാസം വെയിറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഇറിറ്റേഷനും കൂടെ നമ്മൾ ലൈവായിട്ട് ഷൂട്ട് ചെയ്തിരിക്കണേ. ക്രിയേറ്റിവിറ്റി ഇതിനെ മറികടക്കുന്നത്. അതെ, ചില എന്താ ഇങ്ങനത്തെ പറയുന്ന ചില കീടാന്ന് പറയും. ചില കീട നമുക്ക് വേണ്ടേ, അത് നമ്മളെ ഒന്ന് സാറ്റിസ്ഫാക്ഷൻ തരും ചില സമയം. ഈ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ബാക്ക് ടു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജോർജ് സാറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ ജോണി വാക്കറിലെ ശാന്തമീ രാത്രി എന്നുള്ള പാട്ട് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു രസമുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ജോർജ് സാറായിട്ട് എല്ലാ ആംഗിളും പോകുന്നുള്ള സമയത്ത് അതിൻ്റെ ഒരു മ്യൂസിക്കൽ ബീറ്റ് രീതി, തജും എന്നുള്ളത് ലാലേട്ടൻ്റെ ക്യാരക്ടർ കറക്റ്റ് ചെയ്യുന്ന സാധനം, പിന്നെ അവിടുത്തെ സ്റ്റെപ്പ് പോലുള്ള സാധനങ്ങളുണ്ടല്ലോ. ഇത് ഈ പറയുന്നത് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു റെൻഡറിങ് ഉണ്ടല്ലോ, ഞാൻ പറയുന്നത് ഭയങ്കര ഇവർ ഒരു കോമ്പിനേഷൻ അല്ല, 2 ധ്രുവത്തിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ എൻജോയ് ചെയ്തിട്ടുള്ള സാധനമാണ്? ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത കാര്യം ഒന്ന് ഈ പറയുന്ന ലാലേട്ടൻ തരുന്ന ചില റെസ്പോൺസസ് ഉണ്ട് ഇതിന്. അതൊന്നുമില്ലെങ്കിൽ റിഹേഴ്സലിന്റെ സമയത്ത്, റിഹേഴ്സലൊന്നും അധികം ഒന്നുമില്ല, ഒരു റിഹേഴ്സലൊക്കെ ഉണ്ടാവുള്ളൂ. ലാലേട്ടന് കംഫർട്ടബിൾ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം അധികം റിഹേഴ്സലിന്. കാര്യം ഒരു ഓർഗാനിക് നേച്ചറാണ് നമ്മൾ പെട്ടെന്ന്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് ടേക്കിലൊക്കെ നമ്മളങ്ങനെ അഴിഞ്ഞങ്ങടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു എന്തോ ഒരു വോൾ ആദ്യത്തെ ദിവസം അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു സാധനം അങ്ങോട്ട് കയറി നമ്മൾ അങ്ങോട്ട് എക്സൈറ്റഡ് ആവുകയാണ്. അപ്പോൾ അവിടെ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ജോഷ്. അപ്പൊ ആ ഡാൻസിന്റെ സമയത്തൊക്കെ നമ്മള് അങ്ങോട്ട് ചെയ്യാണ്, പിന്നെ അത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. കാര്യം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ദിസ് ഇസ് ടു കൂൾ, ഇത് കൊള്ളാലോ ഈ പരിപാടി എന്ന് ഞാൻ ഓരോ ദിവസവും ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന മൊമെന്റ്. അപ്പോൾ ഈ തജും അതൊക്കെ കറക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ലാലേട്ടന്റെ ടൈമിങ് കറക്റ്റാ. കയറി വന്നിട്ട് ജസ്റ്റ് അത് പറയുന്ന സമയത്ത് കണ്ടിന്യൂ ചെയ്യുക എന്നൊക്കെ പറയുന്ന പോയിന്റ് ഒക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത കാര്യങ്ങൾ. പിന്നെ ബെൻസിനെ കൊണ്ട് ആ ഒരു സ്റ്റെപ്പ് ചെയ്യിക്കുക, അപ്പൊ അത് വേണ്ടെന്ന് പറഞ്ഞ് നാണമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒന്ന് തട്ടിയിട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സമയത്ത് റിയാക്ട് ചെയ്താൽ ജസ്റ്റ് ചെയ്യേണ്ടത് മാത്രം ചെയ്തിട്ട് പോവാണ്. ഇത് ഞാൻ പറഞ്ഞത് പ്രകാശേട്ടൻ ഇത് തിയേറ്ററിൽ കാണുവാണല്ലോ, ക്രൗഡഡ് ആയിട്ടുള്ള. ഇപ്പം പിന്നെ കവിത പോലൊരു തിയേറ്റർ അല്ലെങ്കിൽ വനിത പോലൊരു തിയേറ്റർ നമ്മൾ പാക്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഡേയിലാണല്ലോ കാണുന്നത്. ഈ ഫസ്റ്റ് ഡേ ഇതിൽ ക്രൗഡിൽ കാണുകയാണ്, നമ്മളിലെ ആക്ടർ കാണുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ വലിയ സ്ക്രീനിൽ, അറ്റ്മോസിൽ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സൗണ്ട് ആൻഡ് വിഷ്വൽ എഡിഷനിലൊക്കെ
ഉറപ്പായും ആഡ് ഫിലിംസും കണ്ടിട്ടുണ്ടാവും, പ്രിവ്യൂവും അതിന് ബിഫോർ പ്രിവ്യൂ ഒക്കെ. പക്ഷെ ഇതൊരു തിയേറ്ററിൽ ക്രൗഡിൽ കാണുകയാണല്ലോ. അതെ. അത് എന്തായിരുന്നു ആ ഒരു ഫസ്റ്റ് ഷോ എക്സ്പീരിയൻസ്? എനിക്ക് വല്ലാത്തൊരു തരത്തിലുള്ള ഇമോഷൻ ഉണ്ടായി. അതെങ്ങനെ പറയണ്ടേന്ന് അറിയില്ല. ഞാനിപ്പോൾ എൻ്റെ കുട്ടികളുടെ പെർഫോമൻസ് സ്കൂളിൽ നടക്കുന്ന സമയത്ത്, അതെൻ്റെ മക്കളുടെ ഏതൊരു ഫംഗ്ഷനും നമ്മൾ പോകുമ്പം അവർ സ്റ്റേജിൽ നിന്നിട്ടൊരു ഡയലോഗ് പറയുക, അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം മായ ഡാൻസ് ചെയ്യുന്ന സമയത്ത് അവളുടെ ചില പെർഫോമൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു തരം വികാരം തൊണ്ടയിലൊക്കെ വരും. അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഒരു വല്ലാത്തൊരു ഫീലിംഗ്. അതൊരു ഏതൊരു പേരൻറ്റിനും ഉണ്ടാവുന്ന, ഞാനൊരു എക്സാമ്പിൾ, അങ്ങനത്തെ പല സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകും. അതിപ്പോൾ ഞാനിപ്പോൾ കുട്ടികളൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു വികാരമുണ്ട്. അപ്പം ഞാൻ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള വളരെ അടുത്ത സുഹൃത്തുക്കളും സ്നേഹയും എൻ്റെ 2 പിള്ളേരും, 3-ൽ ഒരാളില്ല, അവൻ പഠിക്കാണ് വെളിയിൽ, അവൻ വരും. അപ്പോൾ അവനില്ലായിരുന്നു, അവനെ മിസ് ചെയ്തു. എന്നാലും അവരുടെ ഇടയിൽ നിന്ന് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ കൂടെ കാണുമ്പോൾ, ഞാൻ കണ്ടിട്ടില്ല സിനിമ, ഞാൻ ഡബ് ചെയ്തു, ഞാൻ പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല. വേറെ പല കാരണങ്ങളും ഞാൻ 2 ദിവസം മുമ്പ് വന്നേ. ഞാൻ എന്തായാലും ഇനിയിപ്പം തരുണിൻ്റെ അടുത്ത് പറഞ്ഞത്, തരുൺ നമുക്ക് ഞാൻ നേരെ തിയേറ്ററിൽ കാണാം, ഇനി അത് മതി. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എനിക്കറിയാലോ, സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കിട്ടും, നീ ജോർജ് സാറിൻ്റെ അടുത്ത് പറയും എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്കറിയാലോ ഈ മൊമെന്റ് കഴിഞ്ഞാൽ എനിക്ക്. അപ്പം എൻ്റെ സീനൊക്കെ വരുന്നതിന് മുമ്പ് എനിക്കൊരു വല്ലാത്ത ഒരു തരം, ഈ മക്കൾ സ്റ്റേജിൽ നിൽക്കുന്ന അവസ്ഥയില്ലേ, എനിക്ക് അതേപോലത്തെ എന്തോ വികാരം തോന്നി. അതെന്ത് വികാരമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അതിനൊരു പേര് അല്ലെങ്കിൽ ഇതാണ് എനിക്കറിയില്ല, എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല, ഒരു വല്ലാത്തത്. അപ്പം ആ സമയത്തൊക്കെ ഇപ്പോൾ ജോർജ് സാറിനെ പോയി കാണുന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മകൾ അല്ലെങ്കിൽ സ്നേഹ ആരെങ്കിലും എൻ്റെ കൈ ഇങ്ങനെ പിടിക്കും. അതൊക്കെ ഒരു വല്ലാത്ത ചെറിയ കാര്യമാണ്. ഞാൻ പറയട്ടെ, ഭയങ്കര അനുഭവമാണ് ജീവിതത്തിൽ. ഞാൻ ഇതുവരെ കടന്നു പോകാത്ത, ഇപ്പം ഞാനൊരു ഫിലിം ഒരു ക്യാമ്പയിൻ ചെയ്ത് നമ്മൾ കാനിൽ ഗോൾഡ് കിട്ടുന്നു. അപ്പം അങ്ങനത്തെ സമയത്ത് നമ്മൾ പോകുമ്പം ഒരു തരം വികാരമുണ്ട്. പക്ഷേ ഈ ഒരു സ്പേസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കാര്യം നമ്മൾ ചെറിയൊരു കാര്യമല്ല നമ്മൾ അവിടെ ഇരുന്ന് എക്സ്പീരിയൻസ്, ജനം കാണുകയാണ്, നമ്മൾ കാണാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പോസ്ഡ് ആണ്. ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന റിയാക്ഷൻസോ നമുക്ക് തന്നിരിക്കുന്ന കുറേ എവ്രിബഡി, എനിക്ക് വിളിച്ച എല്ലാവരും പറഞ്ഞിരിക്കുന്ന, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്ന പോയിന്റ് ഒന്നും അന്ന് ആ സമയത്ത് മൊമെന്റിൽ ഉടലെടുത്തിട്ടില്ല. ഞാൻ സ്ക്രീനിൽ ആദ്യത്തെ ഷോ ആണ് 10 മണിക്ക്, അത് കേരളമെമ്പാടും നമ്മളും ആ ഫീഡ്ബാക്ക് ടോട്ടലി. അപ്പൊ നമുക്ക് അതിനെ പറ്റി അറിയില്ല. അപ്പൊ ആ സീൻ വരാനായിട്ടിരിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയും, പിന്നെ നോർമലി എനിക്കറിയില്ല എല്ലാവരുടെയും കാര്യങ്ങൾ എങ്ങനെയാണ്. നമ്മളെ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് വലിയ കൗതുകപരമായിട്ടുള്ള കാര്യമല്ല. ഞാൻ എൻ്റെ ഒരു ഇന്റർവ്യൂസോ സെഷൻസ് വരുന്നതോ ഒന്നും ഞാൻ പിന്നെ റീവിസിറ്റ് ചെയ്യാറില്ല. കാര്യം ഞാൻ അവിടെയൊക്കെ കുറ്റങ്ങൾ കാണുക, അതിൽ എൻ്റെ ഫിലിം മേക്കർ വരും ഭയങ്കരമായിട്ട്, എന്തിനാണ്. അപ്പം പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ നോർമൽ രീതിയിൽ തിയേറ്ററിൽ പോയി കാണുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. തരുണിൻ്റെയൊക്കെ എന്തൊരു ബ്രില്യൻ പ്രോജക്റ്റാണ്, ഒരു സ്റ്റെപ്പ് ആണ് തരുണിനെ സംബന്ധിച്ച്, രഞ്ജിത്തേട്ടനെ സംബന്ധിച്ച്, സുനിലിനെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ ആ ഒരു സപ്പോർട്ടിന് തീർച്ചയായിട്ടും ഞാനും ഫാമിലിയും വേണം എന്നുള്ള നിർബന്ധവും, പിന്നെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ജനത്തിൻ്റെ കൂടെ ഇരുന്ന് കണ്ട അവരുടെ റിയാക്ഷൻ, അത് ഇവരൊക്കെ പറഞ്ഞു, അത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തേ പറ്റുള്ളൂ, വേറെ എന്തല്ലെങ്കിലും ഇതെന്തായാലും അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അങ്ങനെ പോയി ഞാൻ കണ്ട് എൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് എപ്പോഴും തോന്നും. പക്ഷെ ആ സമയത്ത് ഈ ഒരു സിനിമ, അതിൻ്റെ കുറേ കേർവ്സ് നമുക്കറിയാമെങ്കിലും അത് പോകുന്ന ഗ്രാഫിൽ ഞാൻ thoroughly എൻജോയ്ഡ്. പക്ഷെ എന്നെ പറ്റി പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ 100,000 കാര്യങ്ങൾ പറയും. അതുകൊണ്ട് ഞാനൊരു റീവിസിറ്റ്, ഇപ്പൊ സ്നേഹമൊക്കെ പറയേണ്ടത് പീസ്ഫുൾ ആയിട്ട്, ഇപ്പൊ ആ ബഹളത്തിലല്ല കണ്ടേ, പീസ്ഫുൾ ആയിട്ട് ഇപ്പൊ ബാംഗ്ലൂർ പോയിട്ട് എൻ്റെ ഓഫീസ് എല്ലാവരുമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പോകുന്നുണ്ട്, ഞാൻ കാണില്ല ഒരിക്കലും. ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ പറയാവുന്ന ഇപ്പം ബാംഗ്ലൂരിലെ വീട്ടില് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് പ്രകാശ് വർമ്മ അറിയാതെ പ്രകാശ് വർമ്മയുടെ ഫോട്ടോസ് മുന്നിലെടുത്ത് നമ്മൾ കാസ്റ്റിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ബാംഗ്ലൂരിൽ വീട്ടിലെടുത്ത് തരുൺ കൺവിൻസ് ചെയ്യുന്ന മൊമെന്റിൽ ഈ പറഞ്ഞ 2004 മുതലുള്ള നിർവ്വാണയുടെ യാത്രയിൽ കോ-ഫൗണ്ടറായിട്ടും കോ-ക്രിയേറ്ററായിട്ടുണ്ടായിരുന്ന ലൈഫ് പാർട്ട്ണറോട് പറയുന്നുണ്ടല്ലോ, ഈ കോൾ എടുക്കണം എന്നുള്ളത്, കോൾ എടുക്കുക എന്നത് പ്രകാശ് വർമ്മയുടെ ഡിസിഷൻ ആണെന്ന് പറയുന്നിടത്ത് അവര് കൂടി ഈ സിനിമ കാണുവാണല്ലോ. എന്താണ് സ്നേഹത്തിന്റെ അല്ലെങ്കിൽ പാർട്ട്ണറുടെ റിയാക്ഷൻ? നമ്മൾ തീർച്ചയായിട്ടും ഇതുവരെ മുമ്പോട്ട് പോയ പല ജീവിതത്തിൽ പല പ്രൊഫഷണൽ ആയിട്ടുള്ള സക്സസ്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു അപ്പ് ആൻഡ്
ഡൗൺ ഗ്രാഫ് ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതുവഴിയൊക്കെ ആസ് എ പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ, ആസ് എ ഫ്രണ്ട് നമ്മൾ കടന്നു പോകുന്ന സമയത്തൊക്കെ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. എനിക്ക് എപ്പോഴും ഒരു സപ്പോർട്ടാണ് എന്ത് കാര്യത്തിലും. ഈവൻ ഈ സിനിമ ഞാൻ എല്ലാവരും ഓക്കെ ആണെങ്കിലും ഞാനെന്ന് പറയുന്ന വ്യക്തി അതിന് ഒരു ഓക്കെ പറയണമല്ലോ ഞാനായിട്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ എൻ്റെ ബൗൺസിങ് ബോർഡ് സ്നേഹമാണ്. അപ്പോൾ അതേപോലെ തന്നെ തരുണും സുനിലും ഇരിക്കുന്ന റൂമിൽ നിന്ന് ഞാൻ മാറി സ്നേഹനെ വേറൊരു മുറിയിൽ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. നരേഷന് ശേഷം അല്ലേ? നരേഷന് ശേഷം. കാര്യം ഞങ്ങള് ഫുള്ളി ലൈക്ക് എന്തിന് നരേഷനായതെന്നുള്ള ഞങ്ങൾ ഈ ഇൻഡസ്ട്രിയിലുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ആണെങ്കിൽ നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കഥയൊക്കെ അല്ലേ, ഒരു ക്രിയേറ്റീവ് മനുഷ്യൻ ഒരു കഥ പറയുന്ന രീതി, അതിന്റെ ഡീറ്റെയിലിങ് 3 മണിക്കൂർ ഞങ്ങൾ ആ ചെയറിൽ നിന്ന് എണീറ്റില്ല. ഒരു ബ്രേക്ക് പോലും ഇല്ല ഞാൻ ഒരു ബ്രേക്ക്, ഒരു കോഫി ബ്രേക്ക് ഇല്ല. ഒറ്റ സ്ട്രെച്ചിൽ കാര്യം കട്ട് ചെയ്യാൻ തോന്നുന്നില്ല നമുക്ക്. എന്താ ഒരു ചായ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നില്ല. അങ്ങനെ പോയി ഇരുന്നിട്ടാണ് വന്നിട്ട് ഞാൻ ശ്വാസം കൊണ്ട് എന്ത് ചെയ്യണം. ഷീ സെഡ് യുവർ ഡെസിഷൻ. ബ്യൂട്ടിഫുൾ സ്റ്റോറി, ബ്യൂട്ടിഫുൾ ഫിൽം മേക്കർ, ബ്രില്യന്റ് ഗായ്. ഇറ്റ് ഈസ് ഓൾ യുവർ കോൾ. യു ഷുഡ് നോട്ട് റിഗ്രറ്റ് ടുമോറോ. കാര്യം എന്ത് വന്നാലും എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇനിയുള്ള പ്രോജക്റ്റുകളുണ്ട്, നമ്മൾ കമ്മിറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് വിൽ ഹാൻഡിൽ റെസ്റ്റ് ഓഫ് ദ തിങ്. എല്ലാം എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഐ വിൽ നോട്ട് പുഷ് യു, യുവർ ഡെസിഷൻ. അപ്പം ഞാൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് ഞാൻ എസ് പറയുകയാണ് ഉണ്ടായത്. അപ്പം അതിനുശേഷമുള്ള പ്രോസസ്സിൽ ഒരു ദിവസം സ്നേഹയും പിള്ളേരും ആക്ച്വലി എനിക്ക് 2-3 ദിവസം ഷൂട്ടിംഗ് ഇല്ലാത്തൊരവസ്ഥയിൽ അവർക്ക് സ്കൂളും ഇല്ലാത്തൊരു സമയത്ത് അവർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെന്നാൽ 3 ദിവസം ഡ്രൈവ് ചെയ്ത് എവിടെയെങ്കിലും പോകാം, ആ ഭാഗങ്ങളിൽ എവിടെയും പോകാമെന്നൊരവസ്ഥയിൽ ഇവർ ലൊക്കേഷനിൽ ഞങ്ങൾ പോയി. ലാലേട്ടനെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു 2 മണിക്കൂർ അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു സീൻ സ്നേഹ കാണാനിടായി പിള്ളേരും ഒക്കെ. അത് പോലീസ് സ്റ്റേഷനിലുള്ള ഒരു ചെറിയൊരു സീൻ. അത് കഴിഞ്ഞിട്ട് കാറിലിരുന്ന് സ്നേഹ പലവരെയും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഹീ ഈസ് ടു ഗുഡ് എന്നൊക്കെ. ഭയങ്കര സുഖമാണ് ഇതൊക്കെ കേൾക്കാൻ. വേറെ ആള്, അത് നമ്മുടെ വളരെ അടുത്തൊരാൾ പറയുമ്പോൾ ഒരു സീനേ കണ്ടിട്ടുള്ളൂ, വെരി എഫേർട്ട്ലെസ് എന്നൊക്കെ പറയുന്നത് എനിക്കിങ്ങനെ ഓവർ ഹിയർ ചെയ്യാം ഏത് അതുവഴി നടന്നു പോകുമ്പോഴൊക്കെ. അത് കഴിഞ്ഞിട്ട് സിനിമ കാണുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ്. ആൻഡ് ശരിക്കും ജെനുവിനായിട്ട് ആ സമയത്ത് ഒന്നും ഇമോഷൻ കാരണം മിണ്ടാൻ പറ്റാതെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഇവിടെയൊക്കെ വന്ന് ഞങ്ങൾ ബെഡ്റൂമിലിരിക്കുന്നത് യു കിൽഡ് ഇറ്റ് മാൻ. അത് ഉള്ളിൽ നിന്ന് കണ്ണൊക്കെ നനഞ്ഞാണ് പറഞ്ഞത്. ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അതെൻ്റെ അമ്മ എന്നെ വിളിക്കുന്നതും എൻ്റെ ജ്യേഷ്ഠൻ എന്നെ വിളിച്ച് പറയുന്നതും ആദ്യ ദിവസം തന്നെ എല്ലാവരും കണ്ടു. അവരൊക്കെ വിളിച്ച് പറയുന്നതിൽ നമ്മൾ അടുത്ത സുഹൃത്ത്, ഇപ്പോൾ അഡ്വർടൈസിങ്ങിലുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ, എൻ്റെ വളരെ അടുത്ത കോളേജിൽ പഠിച്ച ചില സുഹൃത്തുക്കൾ, അങ്ങനെ ഏറ്റവും അടുപ്പമുള്ളവർ, അവർക്ക് സംസാരിച്ച് ഇമോഷൻ തീരുന്നില്ല. അപ്പം അതിൽ തീരുന്നില്ല. പക്ഷെ അതിൽ നിന്ന് ഞാനായതുകൊണ്ടും എന്നോടുള്ള അടുപ്പം കൊണ്ടല്ലെന്ന് ഒരു സ്റ്റേജ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാര്യം ഇത് ജോർജിനെ അവരെത്ര വെറുത്തു എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി എനിക്ക്. അപ്പം എന്നെ വെറുതെ അടുപ്പമുള്ളതുകൊണ്ട് കണ്ടു എന്ന് പറയുകയല്ലാന്ന് നമുക്ക്. കാര്യം തുടരെ വോയിസ് മെസ്സേജുകൾ അവര് തന്നെ 25 മെസ്സേജൊക്കെ ഇങ്ങനെ ഇമോഷൻസ് അയക്കാൻ വയ്യാതെ ഇടുന്ന അത് എന്നെ സ്നേഹനെ സംബന്ധിച്ച് വളരെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു വല്ലാത്തൊരു അനുഭവമാണ്. അതിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. 2 ദിവസം തുടരും. അതിലൊരു കാര്യം ഉണ്ടല്ലോ, ഇപ്പം പ്രകാശ് ചേട്ടൻ്റെ ഇനീഷ്യൽ കരിയറിൽ ഒരുപാട് പറഞ്ഞ കഥയാണ്. എന്നാൽ പോലും ഈ പറഞ്ഞ ബാംഗ്ലൂരിൽ നിന്ന് ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഇതിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട്, അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ വന്ന് ഈ ചാൻസ് ചോദിക്കുന്ന ഒരാളുണ്ട്. ലോയ് സാറിനെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, വിജയ് സാറിന്റെ അസിസ്റ്റ് ചെയ്ത് തുടങ്ങി. എന്നാൽ പോലും അവിടെ നിന്ന് എവിടെയോ നമ്മൾ മാറ്റിവെച്ച, ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഡ്രീം, അതിന്റെ ഒരു തുടർച്ച, അതും തുടരുവാണല്ലോ അല്ലെ? അതിന്റെ ഒരു അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇപ്പൊ അമ്മ വിളിച്ചു എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് കൂടി അറിയാവുന്നതാണല്ലോ ഈ ആഗ്രഹം. ഇപ്പം ഇത്ര വർഷം കൂടിയുള്ള സ്നേഹയ്ക്ക് അതറിയാം, ഇവർക്ക് കൂടി അറിയാമായിരുന്നല്ലോ ഇങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ തുടർച്ചയിലാണ് സിനിമയുടെ ഭാഗമാവുന്നത്. അല്ല, അതെനിക്ക് കറക്റ്റ് ചെയ്യാനുണ്ട് മനീഷ്. എനിക്ക് അറിയില്ല, അത് ഞാൻ ഏതിലാണ് ഞാൻ ഇന്റർവ്യൂ പറഞ്ഞത്. ഞാൻ ഒരിക്കലും അഭിനയിക്കാൻ വേണ്ടി ചാൻസ് ചോദിച്ചിട്ട് നടന്നതല്ല. അതൊരു പ്രത്യേക ഭാഗം കട്ട് ചെയ്തിട്ടിരിക്കുന്നത്.
ഞാൻ ചാൻസ് ചോദിച്ച് നടന്നത് മുഴുവൻ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ. ഡയറക്ടറാണ്. അപ്പൊ അതിന്റെ അകത്ത് അഭിനയം തുടക്കകാലത്തെ പോലെ ആഗ്രഹമായിരുന്നില്ല. ഒരിക്കലും അല്ല. അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു ഉണ്ട്. ഉണ്ട്. അതെ, അതെ. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എൻ്റെ ആക്ടേഴ്സിലൂടെയാണ്. യെസ്. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പെർഫോമൻസ്, എനിക്ക് വളരെ ഭയങ്കര ഡീറ്റെയിൽ, അതായത് ഒരു കൃഷ്ണമണി മൂവ് ചെയ്യുന്നതിലൊക്കെ, അല്ലെങ്കിൽ ഒരു സാധനം എടുക്കുമ്പോൾ ഉള്ള, ഇപ്പം സാധാരണ ഉണ്ടാവുന്ന ഒരു ടിപ്പിക്കലായിട്ടുള്ള ക്ലീഷ ആയിട്ടുള്ള ഡബിൾ ലുക്കിന് പകരം ചില കാര്യങ്ങളൊക്കെ ഞാൻ അവരെ ഡിസ്ട്രാക്ട് ചെയ്ത് ചെയ്യുന്ന ഡീറ്റെയിലിൽ കൂടെ ഞാൻ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ചിലപ്പോൾ ആ നടനായിരിക്കാം. പക്ഷേ ഞാൻ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞില്ല, എനിക്ക് ഫിലിം മേക്കർ, എനിക്ക് കഥ പറയണമെന്നായിരുന്നു. ഞാൻ കണ്ട ഭരതൻ സാറിനെയോ സത്യേട്ടനെയോ ഇവരെ എല്ലാവരും ഞാൻ പോയി കാണുന്നതൊക്കെ എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ആസ് എൻ അസിസ്റ്റന്റ് ഉണ്ടോ. ഞാൻ ഒരിക്കലും അഭിനയിക്കാൻ വേണ്ടിയിട്ടില്ല. അത് ആ ഫുൾ ഇന്റർവ്യൂ ചിലപ്പോൾ ചെറിയ ഒരു ഭാഗം ഈ ഒരു സമയത്ത് എന്തും വരാലോ. ഇപ്പം ലോയ് സാറിന് എനിക്കൊന്ന് കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് ജേർണി ആയിരുന്നു. അത് കുറച്ചും കൂടെ ഇമോഷണൽ ആയിരുന്നു. കാര്യം ലോയ് സാറിന്റെ സ്റ്റോറി, ഞാൻ അവിടെ ചാൻസ് എടുത്ത് പോകുന്ന സ്റ്റോറി ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. കാര്യം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് സാർ എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി കാണുമ്പോൾ ഇന്നൊരു ഫിലിമിൻ്റെ ഷൂട്ടിലാണ്, അടുത്ത സെപ്റ്റംബറിൽ 2-ാം തീയതി ഇന്ന സ്ഥലത്തുണ്ടാവും. അവിടെ ആ 2-ാം തീയതി ഇന്ന സ്ഥലത്ത് കഥ തുറക്കുമ്പോൾ ഞാൻ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് അറിയിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും ഒക്കെ പ്രൊഡക്ഷനിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് പറയും ഇന്ന ആക്ടേഴ്സിൻ്റെ കുറച്ച് പേരുണ്ട്, അതുകൊണ്ട് ഈ പ്രാവശ്യം 13-15 പേരുണ്ട് സ്പേസിൽ. ഒരു കാര്യം ചെയ്യും, അടുത്ത മാർച്ച് മാസത്തിൽ ഒരു 15-ാം തീയതി വന്ന് 15-ാം തീയതി ലോയ് സാർ പറയുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു റിപ്പീറ്റഡ് 3-4 അവസരം കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു സമയത്ത് ലക്കടിയിൽ ഞാൻ ഇതേപോലെ പോവാണ്. ലക്കടിയിൽ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ദൂരമുണ്ട് സാറിൻ്റെ വീട്ടിലോട്ട് പോകാൻ. ഒരു ഇടവഴി കൂടെ കുറേ ദൂരമുണ്ട്, അതായത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നടക്കണം. അപ്പം അന്ന് ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് ഞാൻ പോയിട്ട് ആ ലക്കടിയുടെ, എനിക്കറിയില്ല അവസ്ഥ, ഗേറ്റിൻ്റെ അവിടെ അകത്ത് വീട്, അവിടെ കുറേ പേര് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഓട്ടോക്കാരൻ്റെ അടുത്ത് പറയണ്ട അങ്ങോട്ട് പോയത്. കാര്യം ഓട്ടോറിക്ഷയിൽ വന്നവൻ ഇവനെ എങ്ങനെ അസിസ്റ്റന്റ് ആക്കും, ഇവൻ ഓൾറെഡി സെറ്റപ്പ് ഉണ്ടല്ലോ എന്നൊക്കെ എൻ്റെ തലയിൽ കൂടെ. അപ്പം ഞാൻ പറയണു അങ്ങോട്ട് ഓട്ടോറിക്ഷ നിർത്തരുത്, ഇങ്ങോട്ട് കുറച്ച് മാറ്റി, ഞാൻ ചാടിയത് ഇവിടെ നിൽക്കണേ, അതുകൊണ്ട് അകത്തോട്ട് പോയി. എത്ര നേരം ഞാൻ പറഞ്ഞു 1/2 മണിക്കൂർ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നപ്പം ബ്ലെസ്സേഷനുണ്ട്, ലോയ് സാറുണ്ട്, വേറെ 2-3 പേരുണ്ട്. അപ്പം ഞാൻ ഉമ്മറത്ത് ഇങ്ങനെ നിന്ന് ഓക്കെ. അപ്പോൾ നീ വീണ്ടും പ്രകാശ് അപ്പം ഞാൻ ഇന്ന സമയത്ത് വരാൻ പറഞ്ഞു. ബ്ലെസ്സേഷൻ പറഞ്ഞു. അപ്പം അങ്ങനെ ആ കോൺവെർസേഷനൊക്കെ കഴിഞ്ഞ് അപ്പം ചില കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നീ പറയുന്ന അവിടെ എന്ത് ഡിസ്കഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ സമയമെടുത്തു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ ലോയ് സാർ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്തോ ആ സമയത്ത് അയാൾ ഹോൺ അടിക്കും. അപ്പോൾ ലോയ് സാർ പറഞ്ഞു ഓട്ടോറിക്ഷയിലാണോ എന്ന്. അതെ, എന്നാൽ പൊക്കോളൂ, വെറുതെ അയാൾ എന്തിനാ പൊക്കോളൂ, ഞങ്ങളെ അറിയിക്കാൻ. ഞാൻ പറഞ്ഞില്ല, പൊക്കോളാൻ ഞാൻ അറിയിക്കാം തീർച്ചയായിട്ടും. ഇത് നമ്മളിവിടെ ഒരു 2 മിനിറ്റും കൂടെ നിന്ന ഒരു അവസ്ഥ കിട്ടുമെന്ന് പറയുമ്പോൾ അയാൾ ഹോൺ അടിക്കും. നമ്മൾ സിനിമയിൽ ടിപ്പിക്കലായിട്ട് കാണുന്ന ഹ്യൂമർ ഇല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് റിയൽ ആയിട്ട് സംഭവിച്ചാണ്. 2 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഹോൺ അടിക്കും. അവസാനം ബ്ലെസ്സേഷനെ സംസാരിച്ചിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് ഇയാളെ വല്ലതും പറയാൻ പറ്റുമോ തിരിച്ചു പോയി. എനിക്ക് 2 ആഴ്ച കഴിയുമ്പോൾ കോള് വന്നു എന്നുള്ളതാണ് സത്യം. ആ സിനിമ ഞാൻ വർക്ക് ചെയ്തപ്പോൾ ഓർമ്മച്ചപ്പ് അത് പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു. പോണ്ടിച്ചേരിയിൽ തുടങ്ങി, ദിലീപേട്ടനൊക്കെ ഉണ്ടായിരുന്നു. വളരെ അടുത്ത് പെരുമാറിയ സമയങ്ങളായിരുന്നു അതൊക്കെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പാലക്കാട് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പം അന്നത്തെ കാലത്തൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു വളരെ ഇമോഷണലായിട്ടൊരു, ഞാൻ ഒരിക്കലും മറക്കില്ല. അന്നത്തെ കാലത്തൊക്കെ ഒരു അസിസ്റ്റന്റ് എന്ന് പറയുന്നത് 2-ാമത്തെ 3-ാമത്തെ കഴിഞ്ഞ് ചെന്നൈ പോകുന്ന അവസ്ഥകളില്ല, എക്സ്പെൻസീവ് പരിപാടിയാണ്. അപ്പോൾ പാലക്കാടിൻ്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം 2 ദിവസങ്ങളുണ്ട്. അപ്പോൾ ഡബ്ബിങ്ങിൻ്റെ സമയമായ കാര്യം തീർത്ത് പടം ഇറക്കണം. ലോയ് സാർ ഒന്ന് പോവാണ്, അവിടെ നിന്ന് പാലക്കാട് നിന്ന് എയർപോർട്ടിലോട്ട് പോവാണ്. എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സാറ് വണ്ടിയിലോട്ട് പോകുന്ന വഴിക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു പ്രകാശനെ മദ്രാസിൽ കൊണ്ടുവന്നു. ഞാൻ ലാസ്റ്റ് അസിസ്റ്റന്റ്. ഒരു പ്രൊമോഷൻ പോലെ ഒരു സാധനമാണല്ലോ പ്രകാശനെ മദ്രാസിലോട്ട് കൊണ്ടുവന്നത്. നമ്മൾ തമ്മിൽ കോൺവെർസേഷൻ, ചില കാര്യങ്ങൾ ചില സിറ്റുവേഷനിലൊക്കെ ചില ഫോറിനേഴ്സൊക്കെ ആ ലൊക്കേഷനിൽ ചില ഭാഗമായിട്ടുണ്ടായിരുന്നു ചില സ്ഥലത്തിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഞാൻ ബ്രീഫ് ചെയ്യായിരുന്നു അവര്. എന്തുകൊണ്ടെന്ന് അറിയില്ല, അവിടെ ഒരു വല്ലാത്തൊരു കണക്ട് സാറിന് തോന്നിക്കാണുമായിരിക്കും. പക്ഷെ അതൊരു ഇമോഷണൽ സ്റ്റോറിയാണ്. ഞാൻ അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ഞാൻ
വീണ്ടും പിന്നെ അടുത്ത സിനിമ എന്ന് പറയുന്നത് 1.5 വർഷം ഞാൻ ആ സമയത്ത് എനിക്ക് എൻ്റെതായിട്ടുള്ള ഞാൻ എങ്ങനെയെങ്കിലും കാര്യം ആ പ്രായം എന്നൊക്കെ വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെയാണ് ഞാൻ അഡ്വർടൈസിങ്ങിന് പോകുന്നത്. അഡ്വർടൈസിങ്ങിൽ പോയി VK പ്രകാശിൻ്റെ കൂടെ കാര്യങ്ങളിൽ നിന്ന് പുനരധിവാസത്തിൻ്റെ ടേക്ക് ഓഫ് നടക്കുന്ന സമയം ഞാൻ അതിൻ്റെ അസോസിയേറ്റ് അപ്പം എന്നെ വിളിക്കുന്നു. ഏതാ സിനിമ എന്നറിയാം, നമ്മുടെ വീട്ടിൽ വരുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്ന് അരയന്നങ്ങളുടെ വീട് വിളിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു സിറ്റുവേഷനിലാണെന്ന് പറയുന്നത് ലൂസാറിന് പിണക്കം വരും നല്ലപോലെ. എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചു. അരയന്നങ്ങളുടെ വീടും പുനരധിവാസത്തിൻ്റെ വീടും ഷൂട്ടും 5 മിനിറ്റിന് വ്യത്യാസമുള്ള 2 ലൊക്കേഷൻ പാലക്കാട്. എന്നിട്ട് VKP എൻ്റെ അടുത്ത് പറയുന്നു, ലൂസാറിനെയും കൂടെ പൂജയ്ക്ക് വിളിക്കാം, നീയും കൂടെ വാങ്ങുന്നു. ഞാൻ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ പോകുമ്പോൾ സാറിൻ്റെ പിണക്കം വളരെ വൃത്തിയായിട്ട് എന്നെ നോക്കിയില്ല. ആ സമയത്ത് ബാക്കിയുള്ളവരോട് നോക്കിയാൽ സംസാരിക്കാൻ ഇമോഷണലാണ്. എന്നാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ സ്വന്തമായിട്ട് ഫിലിംസ് തുടങ്ങി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കടന്നു പോകുമ്പോഴൊക്കെ ഞാൻ അവിടെ ആലുവയിൽ പോകാൻ നോക്കും. ഒരു ദിവസം സാറിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്തു. ആലുവയിലെ വീടിൻ്റെ മുമ്പിൽ ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം ഇരുന്നു. ഞാൻ എൻ്റെ VHS ഒരു ടേപ്പ്, അതിൻ്റെ അകത്ത് എൻ്റെ ഫിലിംസ്. അന്ന് കുറേ നേരം സാറ് സംസാരിക്കുകയുണ്ടായി. ഞാൻ കേൾക്കാറുണ്ട്, നല്ല കാര്യങ്ങൾ പറയാറുണ്ടായി. പിന്നെയും കുറച്ച് നാളിന് ശേഷം ബാംഗ്ലൂരിലേക്ക് ഞാൻ കാണാനുണ്ടായി. അപ്പോൾ ഒരു വല്ലാത്തൊരു ഇമോഷണൽ കണക്ട് അവിടെയുണ്ട്. അത് കംപ്ലീറ്റ് ആക്കി എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും ഒരു സമാധാനം. എനിക്ക് സമയം അവസാനം സ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ്. എക്സ്ട്രീംലി ടാലന്റഡ്. ഐ തിങ്ക് ടാലന്റ് അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയമായിരിക്കുമല്ലോ മനുഷ്യൻ സെൻസിറ്റീവ് ആവുക. അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സോഫ്റ്റ് ഏരിയ, അത് മനസ്സിലാക്കണം. അത് പക്ഷെ ചില സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ നമുക്ക് അതുവഴി കടന്നു പോയേ പറ്റൂ, വേറെ നിവർത്തിയില്ല എനിക്ക്. ഈ നമ്മൾ പറയുന്നത് ഇപ്പം ലാലേട്ടനെ ആഡ് ഫിലിമിൽ കൂടി ചെയ്യാണല്ലോ. ഇപ്പം ഓപ്പോസിറ്റ് പെർഫോം ചെയ്യുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ രണ്ടുപേര് ചെയ്യുന്നതും ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് കാണുന്നൊരു മൊമെന്റ് ഉണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ മോഹൻലാൽ ആക്ട് ചെയ്ത ഒരു ആഡ് ഫിലിം എന്ന് പറയുന്നത് പ്രകാശ് വർമ്മയുടെ കൂടെയാണ്. എന്താണ് ഈ ആക്ടർ മോഹൻലാലിനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു വല്ലാത്ത അനുഭവമാണ് അത്. ഞാൻ നമുക്ക് ഇതിനെപ്പറ്റി വീണ്ടും ഇരിക്കണം, കാര്യം ഇപ്പം എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അതൊരു ഭീകര മൊമെന്റാണ് അത്. എസ്പെഷ്യലി ഞാനിപ്പോൾ ചെയ്തത് അതിനെ തൊട്ടാൽ മാത്രമേ അതിൻ്റെ പുറകിലും മുമ്പിലുമുള്ള കുറച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഫോണിൽ കൂടെ ആണെങ്കിലും ഞാൻ പറയാം. അത് റിലീസ് ആവട്ടെ, അത് ധാരാളം ഉണ്ട് അതിനെപ്പറ്റി പറയാൻ. ഈ തുടരുന്ന സിനിമയിൽ തന്നെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിലും വ്യക്തിപരമായിട്ട് ഞാൻ ഈ സംഭാഷണം തുടരണം, അല്ലെങ്കിൽ എനിക്കൊരു ആഡ് ഫിലിം അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റർ സ്പേസിൽ നിന്ന് നമ്മൾ ഇതല്ലാതെ സംഭാഷണം നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടെന്നോട് പറയുന്നതാണ്. ഈ സിനിമയുടെ കാര്യത്തിൽ ശരിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രകാശ് വർമ്മയെ മേക്ക് ഡൗൺ ചെയ്യുകയാണ്. ഞാൻ ഒരുപാട് ഇൻട്രാക്ഷൻസ് കണ്ടപ്പോൾ അതിലുള്ള ഒരു സ്റ്റൈൽ, ഒരു ആർട്ട് ഫിലിം മേക്കർ, ഒരു കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റൈലിൽ സംസാരിക്കുന്നിടത്തുനിന്ന് ഇതിലൊരു റാന്നിക്കും പാലയിലൊക്കെ ഇടയിലുള്ള നമ്മുടെ ഒരു കുടിയേറ്റക്കാരനൊക്കെ ആയിട്ടുള്ള ഒരാളുടെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഇതിലായി വരുന്നത്. അവിടെ ഭയങ്കര ഗംഭീരമായിട്ട് ആ മലയാളം, ആലപ്പുഴ മലയാളം അല്ലല്ലോ, മലയാളത്തിൻ്റെ ഒരു പ്ലേസിംഗ് ഉണ്ട്. ഈ ഇപ്പം മമ്മൂക്കയൊക്കെ പറയുന്നുണ്ട് അറ്റയർ ആക്ടറിനെ ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ആ ക്യാരക്ടറിൻ്റെ ആ പോർഷൻസ് ഒക്കെ ഗുണപ്പെട്ടത്? കാരണം വെച്ച് കഴിഞ്ഞാൽ പട്ടൺ റഷീദ് വന്നിട്ട് നമ്മൾ വളരെ സൗന്ദര്യപൂർവ്വം സംരക്ഷിച്ച സംഗതിയൊക്കെ അങ്ങ് തട്ടിവെട്ടി കളയുകയാണല്ലോ. അതെ. അപ്പം ഞാനത് തീർച്ചയായിട്ടും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ യെസ് പറയുന്നതിൻ്റെ പുറകിൽ ഞാൻ കുറച്ച് നിമിഷം ചിന്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന നമ്മളെ അൺകംഫർട്ടബിൾ ആക്കുന്ന, നമ്മൾ സാധാരണ സഞ്ചരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അത് നമ്മുടെ വേഷമാകാം, നമ്മുടെ ജനറൽ അപ്പിയറൻസ് ആവാം, നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളാകാം, ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് മാനസികമായിട്ട് ഞാനത് യെസ് എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. കാര്യം നമ്മൾ ഇതിൻ്റെ പുറകിലത്തെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട്. അങ്ങനത്തെ ഒരു ഡെസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആസ് എ പ്രൊഫഷണൽ, അത് എന്ത് പ്രൊഫഷനും ജീവിതത്തിൽ ചെയ്യുമ്പോൾ, അത് ആക്ടറാവാം, ഡയറക്ടറാവാം, എന്തും നമ്മളത് തീരുമാനിച്ചിറങ്ങിയാൽ
പിന്നെ അതിന്റെ കൂടെ പൂർണ്ണമായിട്ട് നിൽക്കുക, കടലിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത്. അത് നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങോട്ട് മുങ്ങുക. നമ്മൾ പകുതി കാല് വെച്ചിട്ട് കാര്യമില്ല. അതിന്റെ അകത്ത് അത് ഒരു കാര്യമില്ല. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തരുൺ എന്താണ് തരുണിന് വേണ്ടത്, അത് പൂർണ്ണമായിട്ട് നമ്മൾ കൊടുക്കുക ആസ് എ ഫിൽം മേക്കർ. അതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. അതിൽ ഞാനൊരു ഫിൽം മേക്കർ ആണെന്നോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അതൊന്നും നമ്മളെ ക്രോസ് ചെയ്യരുത്. അത് നാച്ചുറലായിട്ട് എഫേർട്ട് ഇല്ലാണ്ട് തന്നെ എനിക്ക് വന്നില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സെറ്റിൽ പോയി എല്ലാവരും ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടു. ലാലേട്ടൻ ഉണ്ടായിരുന്നു, ഓഫ് കോഴ്സ് ശോഭന മാം ഉണ്ടായിരുന്നു, അറിയായിരുന്നു, രഞ്ജിത്തേട്ടൻ, എല്ലാവരും നമുക്ക് കണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്നാ ഒന്ന് ജോർജ് ആയിട്ടൊന്ന് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും റഷീദൊക്കെയും കൂടെ, പട്നം റഷീദ് കൂടെ കാരവനിൽ പോയി. പിന്നെ എനിക്കൊരു ഒരു പ്രത്യേകതരം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട്. വേറെ ചില കഥകളും സിനിമാ കഥകളും വേറെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ചെയ്യുക. അപ്പം എൻ്റെ കുറച്ച് ഇവിടുത്തെ കുറച്ച് മുടിയെടുക്കുകയും മീശയിൽ വരുന്ന പിന്നെ ചില ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് ഫുൾ അങ്ങോട്ട് ഷേവ് ചെയ്ത്, അപ്പം ഞാൻ അതൊക്കെ ഞാൻ താടിയായിട്ട് പോകുന്നത് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം നമ്മൾ അതിലിപ്പോൾ അവിടെ എന്ത് ചെയ്താലും എൻ്റെ മുഖത്ത് കരിവാരി തേച്ച് ഇതാണ് ജോർജ് എന്ന് പറഞ്ഞാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. അതിൽ റഷീദൊക്കെ ചെയ്ത ഇത് എന്ത് കാര്യവും ഞാൻ ഈ പറഞ്ഞ പോലെ ആർട്ടല്ലേ സിനിമ എന്ന് പറയുന്നത്. ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത് ഒരു ക്രാഫ്റ്റ് ഉണ്ട്. ഇക്കൊക്കെ എന്തൊരു എക്സ്പീരിയൻസ് ഉള്ള എത്രയോ പേരെ ട്രാൻസ്ഫോം ചെയ്ത് ഞാൻ ശരിക്കും ആ സമയത്തൊക്കെ പ്രാർത്ഥിച്ചു പോയത്. റഷീദൊക്കെയാണ് ആദ്യമായിട്ട് എൻ്റെ മുഖത്ത് എന്തെങ്കിലും ചെയ്യുന്നത്. അത് വളരെ സ്കിൽഫുള്ളായിട്ട് ചെയ്യും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ. ബാക്കി അസിസ്റ്റൻസ് ഒക്കെ ചെയ്തു. ഞാൻ ഇറങ്ങി നേരെ എല്ലാവരുടെയും മുമ്പിൽ പോവാണ്. ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച ജോർജ്? തരുൺ ഹാപ്പി ആയിരുന്നു. 1-2 കാര്യങ്ങൾ, ചില കണ്ണാടികൾ മാറ്റുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു. ആ പ്രോസസ്സിൽ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ സമയത്ത് തീർച്ചയായിട്ടും ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്കവിടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് വന്നിട്ടില്ല. സത്യമായിട്ടും എൻ്റെ തലയിൽ കൂടെ ഏത് ആംഗിളിലായിരിക്കും ചില സമയത്ത് നമ്മൾ ഈ ഇതിൻ്റെ കൂടെ കടന്നു പോകുന്നുണ്ട്. ചില ആക്ടേഴ്സ് അല്ലെങ്കിൽ ചില മോഡൽസ് അല്ലെങ്കിൽ ചില അവർക്കൊക്കെ ചില പ്രശ്നങ്ങൾ ചില സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. കാര്യം ഇന്ന പ്രൊഫൈലൊക്കെ മോശം എന്നൊക്കെ വിചാരിക്കുന്ന അതൊക്കെ ആ സ്റ്റോറി ലൈനെ ഫുൾ ബാധിക്കും. നമുക്ക് ആക്ടറിനെ അങ്ങോട്ട് വിട്ടിട്ട് അതിനനുസരിച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ തലയിൽ കൂടെ ഇൻഫാക്ട് ഒരു പേഴ്സണൽ അപ്പിയറൻസ് ഒന്നും എന്നെ അങ്ങനെ പ്രശ്നമായിട്ട് ഒരിക്കലും ഒരു ഓഫ് കോഴ്സ് ഐ ലവ് ടു ഡ്രസ്. ഞാൻ ഐ ബൈ ക്ലോത്ത്സ്, അതൊക്കെ എനിക്ക് കോൺഫിഡൻസ് ചെയ്യുന്നത്. എൻ്റെ സാധാരണ നിത്യജീവിതത്തിൽ ഞാൻ കുറച്ച് എക്സ്പെൻസീവ് മനുഷ്യനാണ്. അതെനിക്ക് ധാരാളം എന്നെ തന്നെ പാറ്റ് ചെയ്യുന്ന, ഞാൻ അനാവശ്യവും ആവശ്യവുമായി ധാരാളം കാശ് സ്പെൻഡ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അതെനിക്കൊക്കെ ധാരാളം എനിക്കൊരു ബൂസ്റ്റ് ഉണ്ടാവുന്ന, ഞാൻ എന്നെ പാറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. അതൊക്കെ എൻ്റെ പേഴ്സണൽ ചോയ്സസ് ആണ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ഒരു പ്രൊഫഷണൽ അവസ്ഥയിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ഞാൻ എന്നെ സത്യത്തിൽ ബാധിച്ചിട്ടില്ല. പിന്നെ ഒരു പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഞാൻ ചെയ്യുന്ന തൊഴിലിൻ്റെ അപ്പുറത്ത് നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത പ്രോസസ്സിൽ നിന്ന് അത് കഴിഞ്ഞ് ഞാൻ ആ പ്രോസസ്സിൻ്റെ ഇടയിലും പോയി ഫിലിംസ് ഷൂട്ട് ചെയ്തു, അത് കഴിഞ്ഞ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം എനിക്കൊന്നും കൂടെ പറയാം. ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ വല്ലാത്തൊരു ഭീകരനായ അപ്രോച്ചബിൾ അല്ലാത്തൊരു ഫിൽം മേക്കർ അല്ല എൻ്റെ സെറ്റിൽ എന്നാണ് എൻ്റെ വിശ്വാസം, എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഞാൻ രാജചേട്ടനുമായിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് രാജചേട്ടനെ ഇറക്കിയിട്ടൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് മഴയത്ത് കൊട പിടിച്ച് ഞാൻ ആ ക്യാമറയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ചെക്കനാണ് സംശയം എന്നൊക്കെ രാജചേട്ടനും ശോഭന ബാക്കിൽ നിൽക്കുന്ന അതൊരു ലോങ് അവിടെ നിന്ന് നടന്നു വന്ന് ഫുൾ ലോങ് നടന്ന് അവരെയൊക്കെ നോക്കിയിട്ട് ഞാൻ ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു ഷാജി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഫിലിമാണ്. എത്രയോ വലിയ സിനിമകൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ ഷാജിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അറിയാം എന്ന് മനസ്സിലാകുന്നതുകൊണ്ട് പറയും. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പോവും. കാര്യം അതിപ്പോഴും എടുക്കാമെന്നല്ല, രാത്രി മഴയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഈ കൊട എന്ന് പറയുന്ന ഒരു പ്രോപ്പ് നമ്മുടെ കയ്യിലുണ്ട്, അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഇരിക്കുന്ന ആംഗിളിൽ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ടേക്ക് കഴിയും, ഒരു റിഹേഴ്സൽ വരുമ്പം ഷാജി പറഞ്ഞു, പ്രകാശ് അത് കൊട ഒരിക്കലും താഴരുത് കേട്ടോ, താന്ന ഫുൾ മുഖത്ത് ഷാഡോ. അപ്പം നമ്മൾ അത് ഫോക്കസ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും കുറെ അപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പെർഫോം ചെയ്യില്ല. അപ്പൊ തിരിയുമ്പോഴൊക്കെ കൊടയുടെ കമ്പി മുഖത്തിന്റെ നടുക്കായിരിക്കും. അപ്പൊ അടുത്തത് അതാവും.
അപ്പോൾ ഷാജിനെ സംബന്ധിച്ച് അത് പെർഫെക്റ്റ് ആക്കി എടുക്കണം. അപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ എനിക്ക് ഷാജി പറഞ്ഞു തരാണ്. അപ്പം എനിക്കുള്ളതൊരു വലിയ ലൈനാണ് എന്ന് പറഞ്ഞാൽ വെറുതെ ലൈൻ ഇങ്ങനെ പറയല്ലോ, അതിന്റെ ഇടയിൽ പോസ് ഉണ്ട്. രാജേട്ടന്റെ റിയാക്ഷൻ ജോർജ് മനസ്സിലാക്കുന്നുണ്ട്, ഇയാൾക്ക് പിടി കിട്ടുന്നുണ്ടോ, ബാക്കിയുള്ളവരെ നോക്കുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക്, അടുത്ത ലൈൻ അപ്പൊ പറയണം. അപ്പൊ രാജേട്ടൻ റിയാക്ട് ചെയ്യും. മഴ എന്നൊക്കെ പറഞ്ഞ ശബ്ദം കൊടയിലല്ലേ വീഴുന്നേ, ഈ സമയത്ത് ഈ കൊടയുടെ ആംഗിൾ കുറച്ച് താഴാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ. അപ്പോഴാണ് അപ്പം ഞാൻ വളരെ വളരെ നല്ലവനാണ് ഇപ്പൊ എന്റെ ഫിലിംസ്. അതിന്റെ ചേഞ്ച് എന്റെ ടീമിനൊക്കെ മനസ്സിലായി. എന്ത് പറ്റി? ഉറപ്പായി നമ്മളിത് സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ പ്രകാശ് വർമ്മ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഈ സിനിമ കണ്ടവരെല്ലാം ഉണ്ട് അഭിനയത്തിന്റെ കാര്യത്തിൽ. ഇപ്പുറത്ത് നിർവാണ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് പൊസിഷൻ ചെയ്തത് എല്ലാവർക്കും അറിയാം. നിർവാണയെ സംബന്ധിച്ചോളം പ്രകാശ് വർമ്മയെ മിസ് ചെയ്ത ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ 2004 ഏറ്റവും വലിയ ടാസ്കുകളൊന്നായിരിക്കുമല്ലോ. എന്താ ഈ ഒരു അടുത്തൊരു റോളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, അപ്രോച്ചബിൾ ആകുമോ, എന്തായിരിക്കും? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. താങ്ക് യു ഫോർ ആസ്കിങ് മീ. കാര്യം ഭയങ്കര ഓക്വേർഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് നമ്മൾ മുമ്പിൽ. ഞാനിപ്പം എൻ്റെ അഡ്വർടൈസിങ് ചെയ്യുന്ന സമയത്തും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടാവാം, വളരെ നമുക്ക് വളരെ എന്താ പറയുക കണക്ഷനുള്ള പലവരുണ്ടാവും, അതിൽ നിന്നൊക്കെ പ്രഷർ ഉണ്ടാവും. പക്ഷെ എന്നെ എക്സൈറ്റ് ചെയ്തിരിക്കുന്ന ചില ക്യാമ്പയിനോ സ്റ്റോറി ലൈനോ ആണ് എന്നെ പല സ്ഥലത്തും എന്നെ എക്സ്പ്ലോർ ചെയ്യാനും എനിക്കതിൽ എൻ്റെ കരിയറിലൊരു ഗ്രാഫ് ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ചില റിലേഷൻഷിപ്പ് കൊണ്ട് ചെയ്യേണ്ടി വരും. റിപ്പീറ്റഡ് പ്രോസസ്സ് ഒരു ഫിലിമിലോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ടോ ഞാനത് കുളമാക്കും. അതെനിക്ക് എന്നെ നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ്. ഇപ്പം ഉടൻ തന്നെ ഒരു പോലീസ് വേഷം ഇതേപോലൊരു എക്സ്ട്രീം നെഗറ്റീവ് അവസ്ഥയൊക്കെ ആണെങ്കിൽ ഞാൻ സത്യമായിട്ടും കുളമാക്കും. കാര്യം എൻ്റെ മനസ്സ് അതിലൊന്നും ഉണ്ടാവില്ല. ഞാൻ എഫേർട്ട്ലെസ് ആയിട്ടൊരവസ്ഥയിൽ പോയി ഒരു റിപ്പീറ്റഡ് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് 2 ദിവസം ഷൂട്ടാണെങ്കിലും 80 ദിവസം 100 ദിവസം ആണെങ്കിലും ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ കണക്റ്റഡ് ആയിട്ടുള്ള ക്യാരക്ടർ എന്നെ സംബന്ധിച്ച് ഭീകര ബോറായിരിക്കും. അപ്പോൾ അത് ആ പ്രൊജക്റ്റിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. കാര്യം എൻ്റെ ആറ്റിറ്റ്യൂഡ് അതിൽ വരും എന്ന് പറഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് വാല്യൂ വരും. അപ്പം അതൊന്ന്. പിന്നെ രണ്ടാമത്തത്, തീർച്ചയായിട്ടും ഞാൻ ഇന്നും ശരിക്കും എൻജോയ് ചെയ്യുന്ന പ്രോസസ്സാണ് അഡ്വർടൈസിങ്. ഞാൻ അതിലിങ്ങനെ ബോറായി നിന്നൊരവസ്ഥയല്ല. എനിക്കിപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. സിനിമ ചെയ്യണം എന്നാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഗ്രഹം. അതിൻ്റെ ഒരു പ്രോസസ്സ് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സ്റ്റോറി ലൈൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെവിടെ എത്തും എന്നൊക്കെ അടുത്ത കുറച്ച് മാസങ്ങളിൽ അറിയാൻ പറ്റും അതിൻ്റെ ഒരു പൂർണ്ണ രൂപം. ഇതൊക്കെ തന്നെ ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഭീകരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത പ്രോസസ്സും ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലുമായിരുന്നു ക്യാമറ ഓൺ ചെയ്തപ്പോൾ. അപ്പം ആ ഒരു മൃഗം എൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അത് ഞാൻ തറവായിട്ട് എൻജോയ് ചെയ്യും. ഇപ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഡിഫിക്കൽട്ടായിട്ടൊരു സ്കെഡ്യൂൾ ടൈമിൻ്റെ ഇടയിൽ എന്നെ ഞെട്ടിപ്പിക്കുന്ന, എന്നെ പേടിപ്പിക്കുന്ന, ഈശ്വര ഇത് കുളമാകുമല്ലോ എന്ന് തോന്നുന്ന, ജോർജുമായിട്ടൊരു കമ്പാരിസണും ഇല്ലാത്ത എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടൊരു സ്പേസ് എന്നെ ശരിക്കും അത് അൺകംഫർട്ടബിൾ ആക്കിയാൽ ഞാൻ ചെയ്യും. താങ്ക് യു. അപ്പോൾ ഇതാണ് ഞാനും ആഗ്രഹിച്ച ഉത്തരം. അപ്പോൾ പ്രകാശ് വർമ്മ തുടരണം, നമ്മൾ ഈ സംഭാഷണം തുടരും. അപ്പോൾ എന്തായാലും ഈ ക്രാഫ്റ്റ്മാൻഷിപ്പ് അതിപ്പോൾ ഏത് രീതിയിലാണ് ഡിഫൈൻ, ക്രാഫ്റ്റ്മാൻഷിപ്പിൻ്റെ ഒരു തുടർച്ച എന്തായാലും നമ്മൾ സ്ക്രീനിലും ഇപ്പം അതിൻ്റെ ഏത് മോഡലിലാണെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നത്, ആഡ് ഫിലിം ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും. താങ്ക് യു സോ മച്ച് മനീഷ്. താങ്ക് യു. നല്ല സുഖമാണ്.